अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ओम शांति। ഇന്ന് 19/5/2025 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, श्रीमत ही तुमको श्रेष्ठ बनाने वाली है, इसलिए श्रीमत को भूलो मत। अपनी मद को छोड़ एक बाप की मद पर चलो. അപ്പോൾ ബാബ എന്താ പറയുന്നത്? മധുരമായ കുട്ടികളെ, ശ്രീമതമാണ് നിങ്ങളെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ശ്രീമതത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് ബാബ പറയാം. അതായത് സ്വന്തം മതം, മന്മതം എന്ന് പറയില്ലേ, മന്മത്തിലൂടെ നിങ്ങൾ നടക്കരുത്, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കൂ. എന്നിട്ട് ഒരേ ഒരു ബാബയുടെ മതത്തിലൂടെ നടക്കൂ. ഇതാണ് ബാബ പറയുന്നത്. ഇനി ബാബ ചോദ്യം ചോദിക്കുകയാണ്, പുണ്യ ആത്മാ ബന്നേക്ക് യുക്തി ക്യാ ഹേ? അതായത് പുണ്യ ആത്മാവായിട്ട് മാറുന്നതിനുള്ള യുക്തി എന്താണ് എന്ന് ബാബ ചോദിക്കുകയാണ്. ഉത്തരം, പുണ്യ ആത്മാ ബന്നാ ഹേ തോ സച്ചി ദിൽ സേ പ്യാർ സേ ഏക് ബാപ്പ് കോ യാദ് കരോ. ബാബ എന്താ പറയുന്നത്? പുണ്യ ആത്മാവായിട്ട് മാറുന്നതിന് സത്യമായ ഹൃദയത്തോടെ, അതുപോലെ
വളരെ സ്നേഹത്തോടെ ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ. അതിൽ തന്നെ രണ്ടാമത്തെ പോയിന്റ് ബാബ പറയാണ്, കർമ്മേന്ദ്രിയോം സെ കോയി ബി വികർമ്മ നാ കരോ, സബ്കോ രാസ്ത ബത്താവോ. അതായത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ, ബാബ പറയാണ്, കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ എല്ലാവർക്കും വഴി കാണിക്കൂ. അതായത് സദ്ഗതിയിലേക്കുള്ള വഴി, അതായത് ബാബയുടെ പരിചയം കൊടുക്കുക, അല്ലേ? അപ്നി ദിൽ സെ പൂച്ചോ യഹ് പുണ്യ ഹം കിത്ന കർത്തേ ഹേ. അതായത് നമ്മൾ സ്വയത്തോട് ചോദിക്കാൻ പറയാണ് ബാബ, ഈ പുണ്യം നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട്. അപ്പനി ചെക്കിങ് കരോ, അതായത് സ്വയത്തിനെ ചെക്ക് ചെയ്യാൻ പറയാണ് ബാബ. ऐसा कोई कर्म ना हो जिसकी 100 ഗുണ സജ കാനി പടേ. അതായത് 100 ഇരട്ടി ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള ഒരു കർമ്മവും എന്നിൽ നിന്ന് ഉണ്ടാകുന്നില്ലല്ലോ. അതായത് നമ്മൾ സ്വയത്തെ ചെക്ക് ചെയ്യാൻ പറയാണ്, എന്നിൽ നിന്നും മോശമായ കർമ്മം അല്ലെങ്കിൽ 100 ഇരട്ടി ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള കർമ്മമൊന്നും എന്നിൽ നിന്ന് ഉണ്ടാകുന്നില്ലല്ലോ. അത് ചെക്ക് ചെയ്യാൻ പറയാം ബാബ. तो ചെക്കിങ് കർണേ സേ പുണ്യ ആത്മാ ബൻ ജായെങ്കെ. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ചേഞ്ച് ആവാൻ പറ്റുക, അല്ലെ? എന്തെങ്കിലും മോശമായ കർമ്മങ്ങളോ തെറ്റുകളോ നമ്മിൽ നിന്ന് സംഭവിക്കുന്നുണ്ടോയെന്ന് സ്വയത്തെ ചെക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്കറിയാൻ സാധിക്കുക. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ബാബ പറയുന്നത് ചേഞ്ച് ചെയ്യാനും പറ്റും, അങ്ങനെ നിങ്ങൾക്ക് പുണ്യ ആത്മാവായിട്ട് മാറാനും കഴിയുമെന്ന് ബാബ പറയാം. ഓം ശാന്തി. रूहानी बाप बैठ बच्चों को समझाते हैं, यह तो बच्चों को मालूम है कि अभी हम शिव बाबा की मद पर चल रहे हैं. ബാബ പറയാണ്, ആത്മീയ അച്ഛൻ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, ഇത് ഇപ്പോൾ കുട്ടികൾക്കറിയാം, അതായത് ഞങ്ങളെ ശിവബാബയാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ശിവബാബയുടെ മതത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഇപ്പോൾ കുട്ടികൾക്കറിയാം. ഉൻകി ഹി ഊഞ്ചത്തെ ഊഞ്ച് മത്, ആ ഒരേ ഒരു ബാബയുടെ മതമാണ് ഏറ്റവും ഉയർന്നത് എന്ന് ബാബ പറയാം. ദുനിയ യഹ് നഹി ജാൻതി കി ഊഞ്ചത്തെ ഊഞ്ച് ശിവബാബ കൈസെ ബച്ചോം കോ ശ്രേഷ്ഠ ബനാനെ കെ ലിയെ ശ്രേഷ്ഠ മത് ദേത്തെ ഹേ. ബാബ പറയാണ്, അതായത് ലോകത്തിലുള്ളവർക്ക് എന്താണ് ഈ ഒരു കാര്യം അറിയില്ല. അതായത് ഉയർന്നതിലും ഉയർന്ന ശിവബാബ എങ്ങനെയാണ് കുട്ടികളെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിന് ശ്രേഷ്ഠമായ മതം നൽകുന്നത്. നമ്മൾ കുട്ടികളെ എല്ലാവരെയും ശ്രേഷ്ഠമായി മാറ്റുന്നതിന് ശ്രേഷ്ഠമായ മതം ബാബ നൽകുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്ന കാര്യം ഈ ലോകത്തിലുള്ളവർക്ക് അറിയില്ല എന്ന് ബാബ പറയാം. ഇസ് രാവൺ രാജ്യമേ കോയി ബി മനുഷ്യ മാത്ര മനുഷ്യക്കോ ശ്രേഷ്ഠ മത് ദേ നഹി സക്തേ. അപ്പം ബാബ എന്താ പറയുന്നത്, ഈ രാവണ രാജ്യത്തിൽ ഒരു മനുഷ്യർക്കും, അതായത് മനുഷ്യനെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിനുള്ള ശ്രേഷ്ഠ മതം നൽകാൻ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും സാധിക്കില്ല എന്ന് ബാബ പറയാം. തും അഭി ഈശ്വരീയ മത് വാലെ ബൻതേ ഹോ, നിങ്ങളിപ്പോൾ ഈശ്വരൻ്റെ മതത്തിലേതായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് ബാബ പറയാം. ഇസ് സമയ് തും ബച്ചോം കോ പതീത് സേ പാവൻ ബന്നെ കെ ലിയെ ഈശ്വരീയ മത് മിൽ രഹി ഹേ. ബാബ എന്താ പറയുന്നത്, ഈ സമയത്ത് നിങ്ങൾ കുട്ടികളേക്ക് പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറുന്നതിനു വേണ്ടി ഈശ്വരീയ മതം ലഭിച്ചിരിക്കുകയാണ്, അല്ലേ? ബാബ വന്ന് നമ്മൾ കുട്ടികൾക്കെല്ലാവർക്കും ബാബയുടേതായ ശ്രീമതം, അതായത് ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റാൻ ഉള്ള മതം ബാബ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈശ്വരീയ മതമാണത്, അത് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതായത് പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറുന്നതിനുള്ള മതം, അതാണ് ശ്രീമതം, അതാണ് സ്വയം ഭഗവാൻ നമുക്ക് തരുന്ന മതം. അത് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണെന്ന് ബാബ പറയാം. അഭി തുംകോ പതാ പടാ ഹേ ഹം തോ വിശ്വക്കെ മാലിക് ദേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരികൾ ആയിരുന്നു, അല്ലേ? നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളായിരുന്നു എന്നുള്ളത് ബാബ വന്ന് പറഞ്ഞു തന്നു നമുക്ക്, അല്ലേ? അപ്പം നമുക്ക് മനസ്സിലായി എന്ന് ബാബ പറയാം.
യഹ് ബ്രഹ്മ ജോ മാലിക് ദ ഉൻകോ ഭി പത്താ നഹീ ദ. ബാബ പറയുന്നത് ഈ ബ്രഹ്മാവ് അതായത് ബ്രഹ്മബാബയായിരുന്നല്ലോ വിശ്വത്തിൻ്റെ ചക്രവർത്തി, വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ആ ബ്രഹ്മബാബയ്ക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ആ കാര്യം ബ്രഹ്മബാബയ്ക്ക് പോലും അറിയില്ലായിരുന്നു എന്ന് ബാബ പറയാം. വിശ്വക്കെ മാലിക് ഫിർ ഏക് ദം പതീത് ബൻ ജാത്തെ ഹേ. അത് വിശ്വത്തിൻ്റെ അധികാരി തന്നെയാണ് പിന്നീട് എന്താവുന്നത്, വളരെയധികം പതീതമായിട്ട് തമോ പ്രധാന അവസ്ഥയിലേക്ക് എത്തുന്നതും ഈ വിശ്വത്തിൻ്റെ അധികാരി തന്നെയാണെന്ന് ബാബ പറയാം. യഹ് കേൽ ബഹുത് അച്ചി രീതി ബുദ്ധി സെ സമജ്നാ കാ ഹേ. ബാബ പറയുന്നത് ഈ ഒരു കളി നിങ്ങൾ വളരെ നല്ല രീതിയിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ബാബ പറയാം. റൈറ്റ് റോങ് ക്യാ ഹേ ഇസ്മേ ഹേ ബുദ്ധി കി ലഡായി. അത് ശരി ഏതാണ് തെറ്റേതാണ്, ഈ ഒരു കാര്യത്തിലാണ് ബുദ്ധിയിൽ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. എപ്പോഴും അതല്ല, ഇത് ഏതാണോ ശരി ഏതാണോ തെറ്റ്. ബാബ പറയാണ് ഈ ഒരു കാര്യത്തിലാണ് ബുദ്ധിയിൽ ഇങ്ങനെ യുദ്ധം നടക്കാന്ന് പറയാ ബാബ. സാരി ദുനിയാ ഹേ റോങ്, ഏക് ബാപ്പ് ഹി ഹേ റൈറ്റ്, സച്ച് ബോൽനെ വാല. ബാബ പറയാണ്ട് മുഴുവൻ ലോകവും അസത്യമാണ് എന്ന് ബാബ പറയാ, തെറ്റാണെന്ന് പറയാ ബാബ. ഒരേ ഒരു ബാബ മാത്രമാണ് ശരിയായിട്ടുള്ളത്, ആ ബാബ മാത്രമാണ് സത്യം പറയുന്നതും എന്ന് ബാബ പറയാം. വഹ് തുംകോ സച്ച്ഖണ്ഡ് കാ മാലിക് ബനാത്തെ ഹേ തോ ഉൻകി മദ് ലേനി ചാഹിയേ. ആ ബാബയാണ് നമ്മളെ സത്യഖണ്ഡത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത് അല്ലേ. ഒരേയൊരു ബാബ ശിവബാബയാണ് നമ്മൾ കുട്ടികളെ സത്യഖണ്ഡത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത്. അപ്പോൾ ബാബ പറയാണ് അങ്ങനെയാണെങ്കിൽ ആ ബാബ തരുന്ന മതത്തിലൂടെ നിങ്ങൾ നടക്കേണ്ടേ എന്ന് ബാബ ചോദിക്കാം. അപ്പനി മത് പർ ചൽനേസെ ധോഖാ കായെങ്കെ. അതായത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെ മന്മതം അല്ലെ അതിലൂടെ നടക്കുമ്പോൾ എന്താണ്, നമ്മൾ വഞ്ചിക്കപ്പെടുമെന്ന് ബാബ പറയാം. പരന്തു വഹ് ഹേ ഗുപ്ത് ഹേ ബി നിരാകാർ. പക്ഷെ ബാബ എന്താണ്, ഗുപ്തമാണ് അല്ലെ. ബാബ ഗുപ്തമാണ്, അതുപോലെ ബാബ നിരാകാരനുമാണ്. ബഹുത് ബച്ചെ ഗഫലത്ത് കർത്തേ ഹേ സമജ്തേ ഹേ യഹ് തോ ദാദാ കി മദ് ഹേ. കുറേ കുട്ടികൾ ബാബ പറയുന്ന മിസ്റ്റേക്കൊക്കെ ഉണ്ടാകുമെന്ന് പറയാം. കുറേ കുട്ടികളിൽ നിന്ന് അവർ എന്താ മനസ്സിലാക്കുന്നത്, ഈ മതം ദാദ അതായത് ബ്രഹ്മബാബ നൽകുന്ന മതമാണ് എന്ന് കരുതും കുറേ കുട്ടികൾ. എന്താ ബാബ പറയുന്നത്, മായ ശ്രേഷ്ഠ മത് ലേനെ നെഹി ദേത്തി ഹേ. മായയാണെങ്കിലോ ശ്രേഷ്ഠ മതം എടുക്കാൻ മായ അനുവദിക്കില്ല എന്ന് ബാബ പറയാം. ശ്രീമത്ത് പർ ചൽന ചാഹിയേന. ബാബ പറയുന്നത് ശ്രീമതം അനുസരിച്ച് നിങ്ങൾക്ക് നടക്കേണ്ടേ എന്ന് ബാബ ചോദിക്കാം. ബാബ അപ്നെ ആപ്പ് ജോ കഹേങ്കെ വഹ് ഹം മാനേങ്കെ ജരൂർ. അപ്പം കുട്ടികൾ എന്താ പറയാ, ബാബ അങ്ങ് എന്താണോ പറയുന്നത് അത് ഞങ്ങൾ തീർച്ചയായും അനുസരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അത് അംഗീകരിക്കും എന്ന് കുട്ടികൾ പറയും. പരന്തു കൈ മാൻതേ നഹി ഹേ. പക്ഷെ ബാബ പറയുന്നത് എന്നാലോ കുറേ പേര് ഇതൊക്കെ അംഗീകരിക്കുന്നുമില്ല എന്ന് പറയാ ബാബ. നമ്പർ വാർ പുരുഷാർത്ഥനുസാർ മത് പർ ചലത്തെ ഹേ ബാക്കി തോ അപ്പനി മത് ചല ലേത്തെ ഹേ. ബാബ പറയുന്നത് നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് ബാബയുടെ മതത്തിലൂടെ നടക്കുന്ന കുട്ടികളുണ്ട്. ബാക്കി കുട്ടികൾ എന്താ ചെയ്യുക, അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരവും നടക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. ബാബ ആയേ ഹേ ശ്രേഷ്ഠ മത് ദേനെ. ബാബ എന്തിനാണ് വന്നിരിക്കുന്നത്, ശ്രേഷ്ഠ മതം നൽകാനാണ് ബാബ വന്നിരിക്കുന്നത് എന്ന് പറയാ ബാബ. ഏസേ ബാപ്പ് കോ കടി കടി ഭൂൽ ജാത്തേ ഹേ. അങ്ങനെയുള്ള ഈ ബാബയെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു എന്ന് ബാബ പറയാ. മായ മത് ലേനെ നെഹി ദേത്തി. അതായത് ശ്രീമതം അനുസരിച്ച് നടക്കാൻ മായ അനുവദിക്കുകയില്ല എന്ന് പറയാ ബാബ. ശ്രീമത് തോ ബഹുത് സഹജ് ഹേന. ശ്രീമതമാണെങ്കിൽ വളരെ സഹജമല്ലേ എന്ന് ബാബ ചോദിക്കാം. ദുനിയാമേ കോയി കോ യഹ് സമജ് നഹി കി ഹം തമോ പ്രധാൻ ഹേ. ബാബ പറയാണ് ഈ ലോകത്തിൽ ആരും മനസ്സിലാക്കുന്നില്ല, അതായത് നമ്മളെല്ലാവരും തമോ പ്രധാനമായിട്ട് മാറിയിരിക്കുകയാണ്, അതായത് അപവിത്രമായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യം ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല എന്ന് ബാബ പറയാം. മേരി മത് തോ മഷഹൂർ ഹേ ശ്രീമത് ഭഗവത്ഗീത. ഭഗവാൻ
अभी कहते हैं मैं 5,000 वर्ष बाद आता हूँ आकर भारत को ശ്രീമത് ദേ ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠ ബനാത്ത ഹൂം. ബാബ പറയുന്നത്, അതായത് ബാബയുടെ മതം അത് വളരെ പ്രസിദ്ധമാണ്. ശ്രീമദ് ഭഗവത്ഗീത അല്ലേ? അതായത് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ എന്താണ്? ഭഗവാൻ തന്നിട്ടുള്ള മതമാണത്, ശ്രീമദ് ഭഗവത്ഗീത. അപ്പം ബാബ ഇപ്പോൾ പറയാണ് എന്താണ്? ഞാൻ 5000 വർഷങ്ങൾക്കു ശേഷം വന്നിരിക്കുകയാണ്. വന്നിട്ട് ബാബ എന്താ ചെയ്യുന്നത്? ഭാരതത്തെ ഭാരതക്കോ ശ്രീമതം നൽകിയിട്ട് ഭാരതത്തെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാക്കി മാറ്റുകയാണ്. അതാണല്ലോ ശ്രീമതം എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠ മതമാണ്. ഈ ശ്രേഷ്ഠമായ മതത്തിലൂടെയാണ് ഭാരതവും ശ്രേഷ്ഠമായിട്ട് മാറുന്നത്. അത് ഒരേ ഒരു ഭഗവാന് മാത്രമേ ഈ ശ്രീമതം നൽകാൻ സാധിക്കുള്ളൂ. ബാപ്പ് തോ സാവധാൻ കർത്തേ ഹേ ബച്ചേ ശ്രീമത് പർ നഹി ചൽത്തെ. അപ്പം ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് കുട്ടികളാണെങ്കിലോ ശ്രീമതത്തിലൂടെ നടക്കുന്നില്ല എന്ന് പറയാ ബാബ. ബാപ്പ് രോസ് രോസ് സമജാത്തെ രഹത്തെ ഹേ ബച്ചോം ശ്രീമത് പർ ചൽന ബോലോ മത്. അപ്പം ബാബ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികളെ, നിങ്ങൾ ശ്രീമതത്തിലൂടെ നടക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയാ ബാബ. അതായത് ബ്രഹ്മാക്കി തോ ബാത്ത് ഹി നഹി, ഇത് ബ്രഹ്മബാബ പറയുന്ന വാക്കുകളല്ല. ഉൻകി ബാത്ത് സമജോ, അതായത് ശിവബാബയുടെ കാര്യങ്ങളാണ്. ശിവബാബയാണിത് പറയുന്നത്. ശിവബാബയുടെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ. വഹി ഇൻ ദ്വാര മത് ദേത്തെ ഹേ, ശിവബാബയാണ് ബ്രഹ്മബാബയിലൂടെ നിങ്ങൾക്ക് ഈ ശ്രേഷ്ഠമായ മതം നൽകുന്നത്. വഹി സമജാത്തേ ഹേ, അതായത് ശിവബാബ തന്നെയാണ് നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത്. കാരണം കുട്ടികൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. അവരെന്താ കരുതുന്നത്? ഇത് ബ്രഹ്മബാബ നൽകുന്ന മതമാണ് എന്ന് കരുതുന്നവരുണ്ട്. അതാണ് ബാബ പറയുന്നത്, ബ്രഹ്മബാബയിലൂടെ ശിവബാബയാണ് ഇത് നൽകുന്നത് എന്ന കാര്യം കുട്ടികൾ മനസ്സിലാക്കൂ എന്ന് ബാബ പറയാം. കാൻപാൻ കാത്തേ നെഹി കൽത്തേ ഹേ മേ അഭോക്താഹൂം. അപ്പം ബാബയാണെങ്കിലോ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല. ബാബ പറയുന്നത് ബാബ അഭോക്താവാണ്, ഞാൻ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. തും ബച്ചോം കോ ശ്രീമത് ദേത്താഹും, ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമതം നൽകുകയാണ്. നമ്പർ 1 മത് ദേത്തേ ഹേ മുജേ യാദ് കരോ, അതായത് നമ്പർ 1 ആയിട്ടുള്ള മതാണ് ബാബ നൽകുന്നത്. എന്താണ്? എന്നെ ഓർമ്മിക്കൂ. കോയി ബി വികർമ്മ നെഹി കരോ, നിങ്ങൾ ഒരു വികർമ്മവും ചെയ്യരുത് എന്ന് ബാബ പറയാ. അപ്പനെ ദിൽ സേ പൂച്ചോ കിത്തന പാപ് കിയാ ഹേ, നിങ്ങൾ സ്വയം ഹൃദയത്തോട് ചോദിക്കൂ എന്ന് ബാബ പറയാ. അതായത് എത്രത്തോളം ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. യഹ് തോ ജാൻതേ ഹോ സബ്കാ പാപോം കാ ഗണ്ട ഭരാ ഹുവാ ഹേ, അതായത് ബാബ പറയുന്നത് നിങ്ങൾക്കിതറിയോ, എല്ലാവരുടെയും പാപം നിറഞ്ഞിരിക്കുക എന്ന് പറയാം. പാപക്കുടം നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും. ഈ സമയ സബി റോങ് രാസ്തേ പർ ഹേ, ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് എല്ലാവരും തെറ്റായ മാർഗത്തിലൂടെയാണ് എന്ന് ബാബ പറയാം. തുമേം അബി ബാപ്പ് ദ്വാര റൈറ്റ് രാസ്ത മിലാഹേ, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ബാബയിലൂടെ സത്യമായ വഴി ലഭിച്ചിരിക്കുകയാണ് എന്ന് ബാബ പറയാം. തുമാരി ബുദ്ധിമേം സാരാ ജ്ഞാൻ ഹേ, നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട് അല്ലേ? ബാബ നമുക്ക് മുഴുവൻ ജ്ഞാനവും നമുക്ക് തന്നു കഴിഞ്ഞു. എന്നാണ് ബാബ പറയുന്നത്, നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഗീതാമേം ജോ ജ്ഞാൻ ഹോനാ ചാഹിയേ വഹ് ഹേ നഹി, ബാബ പറയുന്നത് ഗീതയിൽ ഏതൊരു ജ്ഞാനമാണോ വേണ്ടിയിരുന്നത് അതില്ല എന്ന് പറയാം. ബാബ എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഭഗവത്ഗീതയിലാണെങ്കിലോ ആട്ടയിൽ ഉപ്പിട്ട പോലെ വളരെ കുറച്ച് സത്യങ്ങൾ മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. അപ്പം എന്താണോ അതിൽ വേണ്ടിയിരുന്നത് അത് ഇല്ല എന്ന് ബാബ പറയാം. വഹ് കോയി ബാപ്പ് കി ബനായി ഹുയി നഹി ഹേ, അതാണെങ്കിലോ ഒരു ബാബ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് അതിൽ ശരിയായിട്ട് എന്താണോ വേണ്ടത് അതില്ല എന്ന് ബാബ പറയുന്നത്. യഹ് ബി ഭക്തി മാർഗമേം നൂന്ത് ഹേ, ഇതും ഭക്തി മാർഗത്തിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു ഗീത എഴുതപ്പെടണമെന്നും അതെല്ലാം ഭക്തി മാർഗത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗീത എഴുതപ്പെട്ടു. പക്ഷെ അതിലെന്താ ബാബ പറയുന്നത്? എന്താണോ അതിൽ സത്യമായി വേണ്ടിയിരുന്നത് അതതിലില്ല എന്ന് പറയാ ബാബ.
कहते भी है ഭഗവാൻ ആക്കർ ഭക്തി കാ ഫൽ ദേങ്കെ. അതായത് ഇങ്ങനെയും പറയുന്നുണ്ട്, ഭഗവാൻ വന്നിട്ട് ഭക്തിയുടെ ഫലം, അല്ലെ, ഭക്തി ചെയ്തു കഴിഞ്ഞാൽ പറയുമല്ലോ ഭക്തിയുടെ ഫലം ഭഗവാൻ തരുമെന്ന്, അങ്ങനെ പറയുന്നുണ്ട്. ബച്ചോം കോ സമജായ ഹേ ജ്ഞാൻ സെ സദ്ഗതി. അതായത് കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നത് എന്താണ്? ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാവുക. സദ്ഗതി ബി സബ്കി ഹോത്തി ഹേ ദുർഗതി ബി സബ്കി ഹോത്തി ഹേ. ബാബ പറയുന്നത് സദ്ഗതി എല്ലാവർക്കും ഉണ്ട്, അതുപോലെ ദുർഗതിയുമുണ്ട് എല്ലാവർക്കും. അല്ല, ബാബ പറയില്ലേ സൃഷ്ടിയിൽ സദോ പ്രധാന അവസ്ഥയുമുണ്ട് തമോ പ്രധാന അവസ്ഥയുമുണ്ട്. അതായത് എല്ലാവർക്കും സദ്ഗതിയുമുണ്ട്, എല്ലാവർക്കും ദുർഗതിയുമുണ്ടെന്ന് പറയാ ബാബ. യഹ്തോ ദുനിയാ ഹി തമോ പ്രധാൻ ഹേ. ഈ ലോകമാണെങ്കിലോ തമോ പ്രധാനമാണ് എന്ന് ബാബ പറയാം. സദോ പ്രധാൻ കോയി ഹേ നഹി. സദോ പ്രധാനമായിട്ടുള്ള ആരും തന്നെ ഇല്ല എന്ന് ബാബ പറയാം. പുനർജന്മ ലേത്തെ ലേത്തെ അബ് പിച്ചാടി ആക്കർ ഹുയി ഹേ. അപ്പൊ ബാബ പറയുന്നത് പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ അവസാനമായിട്ട് വന്നിരിക്കുകയാണ്, അതായത് അന്തിമമാണെന്ന് ബാബ പറയില്ലേ. അബ് മൗത്ത് സബ് കെ സിർ പർ ഖടാ ഹേ. ഇപ്പൊ നോക്കുകയാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ മരണം നിൽക്കുകയാണ്. ഭാരത് കി ഹി ബാത്ത് ഹേ. ഇത് ഭാരതത്തിന്റെ തന്നെ കാര്യമാണ് എന്ന് ബാബ പറയാ. ഗീത ബി ഹേ ദേവി ദേവത ധർമ്മ കാ ശാസ്ത്ര. അപ്പൊ ഇത് ഗീതയെ എന്താ പറയാ? ദേവി ദേവത ധർമ്മത്തിന്റെ ശാസ്ത്രം എന്നാണ് ഗീതയെ പറയുന്നത്. तो तुम्हें दूसरे कोई ധർമ്മ മേം ജാനേ സേ ക്യാ ഫായദ. അപ്പൊ ബാബ പറയുന്നത്, അപ്പൊ നിങ്ങൾ വേറൊരു മതത്തിലൂടെ നടന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകാനാണ് എന്ന് ബാബ ചോദിക്കാം. ഹർ ഏക് അപ്നി അപ്നി ഖുറാൻ ബൈബിൾ ആദി ഹി പഠിത്തേ ഹേ. അതായത് എല്ലാവരും അവരവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ടല്ലോ. ഖുറാൻ പഠിക്കുന്നവരുണ്ട്, അല്ലെ, മുസ്ലിം മതത്തിലുള്ളവരോട്, ഇസ്ലാം മതത്തിലുള്ളവരെന്താ ഖുറാൻ പഠിക്കും, ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവരാണെങ്കിൽ ബൈബിള്. അപ്പൊ എല്ലാവരും അവരവരുടേതായ ഖുറാനും ബൈബിളും എല്ലാം പഠിക്കുന്നുണ്ടെന്ന് ബാബ പറയാം. അപ്പനെ ധർമ്മക്കോ ജാൻതേ ഹേ. എല്ലാവർക്കും അവരവരുടെ മതം അറിയാം കറക്റ്റായിട്ട്. ഏക് ഭാരതവാസി ഹി അന്യ സബ് ധർമ്മോമേം ചലേ ജാത്തേ ഹേ. ബാബ പറയുന്നത് ഒരേ ഒരു ഭാരതവാസികൾ തന്നെയാണ് വേറെ മതങ്ങളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ. ദേവി ദേവതാ ധർമ്മത്തിലുള്ള ഉണ്ടായിരുന്നവർക്ക് അവരുടെ മതം തന്നെ അവർ മറന്നുപോയി. ഏതാണ് മതമെന്ന് കറക്റ്റായിട്ട് അറിയില്ല, മതഗ്രന്ഥം ഒന്നും കറക്റ്റായിട്ട് അറിയില്ല എന്ന് ബാബ പറയാം. അതുകൊണ്ടാണ് അവർ പല മതങ്ങളിലൂടെ നടക്കുന്നത്. പക്ഷെ ഖുറാൻ ഇസ്ലാം ധർമ്മത്തിലുള്ളവരും മുസ്ലിം ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവർ ബുദ്ധധർമ്മത്തിലുള്ളവർക്കൊക്കെ അവർക്ക് അവരുടേതായ മതഗ്രന്ഥങ്ങളും മതത്തിൻ്റെ ഒക്കെ അവർക്ക് അറിയാം, കറക്റ്റായിട്ട് അറിയാമെന്ന് പറയാം. അവരതിലൂടെ തന്നെയാണ് നടക്കുന്നത്. ഓർ സബ് അപ്പനെ അപ്പനെ ധർമ്മമേ പക്കേ ഹേ. അതായത് എല്ലാവരും അവരവരുടേതായ ധർമ്മത്തിൽ ഉറച്ചവരാണ് എന്ന് ബാബ പറയാം. ഹർ ഏക് ധർമ്മ വാലേക്ക് ശക്കൾ ആദി അലഗ് ഹേ. ഓരോരുത്തരുടെയും ഓരോ ധർമ്മത്തിലുള്ളവരുടെയും ആ ഒരു പെരുമാറ്റം മുഖഭാവം ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുന്ന ബാബ പറയാം. ബാപ്പ് സ്മൃതി ദിലാത്തേ ഹേ ബച്ചേ തും അപ്പനെ ദേവി ദേവത ധർമ്മക്കോ ഭൂൽ ഗയേ ഹോ. ബാബ നമ്മൾക്ക് സ്മൃതി ഉണർത്തുകയാണ്, അതായത് കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ദേവി ദേവത ധർമ്മത്തെ മറന്നിരിക്കുകയാണ്, അല്ലേ. ബാബ എപ്പോഴും പറയാറുണ്ട് ദേവി ദേവത ധർമ്മത്തിലുള്ളവരായിരുന്നു, അവരാണ് അവരുടെ സ്വന്തം ധർമ്മം മറന്നു പോയതെന്ന് പറയാ ബാബ. തും സ്വർഗ കെ ദേവതാ ദേ ഹംസോ കാ അർത്ത് ഭാരതവാസിയോം കോ ബാപ്പിനെ സുനായാ ഹേ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ സ്വർഗത്തിലെ ദേവതമാരായിരുന്നു. ഹംസോ എന്നതിൻ്റെ അർത്ഥം ഭാരതവാസികൾക്ക് തന്നെയാണ് ബാബ കേൾപ്പിക്കുന്നത് എന്ന് പറയാം. ഹംസോ സോഹം എന്ന് ബാബ പറയാറില്ലേ. അതായത് നമ്മൾ തന്നെയായിരുന്നു ദേവത, നമ്മൾക്ക് തന്നെയാണ് ദേവതയായി മാറേണ്ടത്. ഈ ഒരു ഇത് ബാബ നമ്മൾ ഭാരതവാസികൾക്ക് തന്നെയാണ് കേൾപ്പിക്കുന്നതെന്ന് പറയാം ബാബ. ബാക്കി ഹം ആത്മാസോ പരമാത്മാ നഹി ഹേ. അല്ലാതെ ബാബ പറയുന്നത് ആത്മാവ് തന്നെ പരമാത്മാവ് അങ്ങനെ പറയുന്നുണ്ടല്ലോ ഭക്തി മാർഗത്തില്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാ ബാബ. യഹ് ബാത്തേം തോ ഭക്തി മാർഗക്കെ ഗുരു ലോകോംനെ ബനായി ഹേ. ബാബ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ഭക്തി മാർഗത്തിലെ ഗുരുക്കന്മാരെല്ലാവരും ചേർന്നുണ്ടാക്കിയതാണ് എന്ന് പറയാ ബാബ. ആത്മാസോ പരമാത്മാ എന്നൊക്കെ. ഗുരു ബി കരോടും ഹോങ്കെ. ബാബ പറയുന്നത് ഗുരുക്കന്മാർ അനേകമുണ്ട്.
സ്ത്രീ കോ പതി കെ ലിയെ कहते हैं कि यह तुम्हारा ഗുരു ഈശ്വർ ഹേ. അല്ലെ, സ്ത്രീകളോട് പതിയെ പറ്റിയിട്ട് എന്താ പറയാ? ഇത് നിങ്ങളുടെ ഗുരു ഈശ്വരനാണ്, അല്ലെ, പതി നിങ്ങളുടെ ഈശ്വരനാണ്, ഗുരുവാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറയാ ബാബ. ജബ്കി പതി ഹി ഈശ്വർ ഹേ ഫിർ ഹേ ഭഗവാൻ ഹേ റാം ക്യൂം കഹത്തി ഹോ. അപ്പം ബാബ പറയുന്നത്, ഓക്കെ, പതി ഈശ്വരനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അരേ ഭഗവാൻ അരേ രാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുക ബാബ. കാരണം പതി തന്നെ ഈശ്വരനാണെങ്കിൽ പിന്നെ ഭഗവാനെ വേറെ എന്തിനാ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബാബ. മനുഷ്യോം കി ബുദ്ധി ബിൽക്കുൽ ഹി പത്തർ ബൻ ഗയി ഹേ. ബാബ പറയുന്നത് മനുഷ്യരുടെ ബുദ്ധി അത്രമാത്രം കല്ല് ബുദ്ധിയായി മാറിയിരിക്കുന്നു എന്ന് ബാബ പറയാം. യഹ് ഖുദ് ബി കഹത്തെ ഹം ബി ഐസേ ദേ. ബാബ പറയുന്നത്, ഈ ബ്രഹ്മബാബയും സ്വയം എന്താണ് പറയുന്നത്? ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു, അല്ലേ? നമ്മളുടെയും കല്ലുബുദ്ധിയായിരുന്നു. നമ്മളും ഭക്തിമാർഗത്തിൽ എന്തൊക്കെയാണോ കേട്ടതും കേൾപ്പിച്ചതൊക്കെ, പല ഗുരുക്കന്മാരെന്തൊക്കെയാണ് കേൾപ്പിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത് അത് തന്നെ വിശ്വസിച്ചിരുന്നുവല്ലോ. ഭക്തിമാർഗത്തിൽ നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നീട് ബാബ വന്നിട്ട് ജ്ഞാനം തന്നപ്പോഴാണ് നമ്മൾക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലായത്. അതുകൊണ്ട് ബ്രഹ്മബാബയും എന്താ പറയുന്നത്? ഞങ്ങളും ഇതുപോലെ കല്ലുബുദ്ധിയായിരുന്നു എന്ന് പറയാ. കഹാം വൈകുണ്ഠ കാ മാലിക് ശ്രീകൃഷ്ണ കഹാം ഫിർ ഉൻകോ ഗാവ് കാ ചോരാ കഹ് ദിയാ ഹേ. ബാബ പറയുന്നത്, എവിടെ കിടക്കുന്നു വൈകുണ്ഠത്തിന്റെ അധികാരിയായ ശ്രീകൃഷ്ണൻ, അതുപോലെ എവിടെ കിടക്കുന്നു ഈ എന്താ പറയുക ഗ്രാമത്തിലെ ബാലകൻ. കാരണം ശ്രീകൃഷ്ണൻ അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് സത്യയുഗം അല്ലെങ്കിൽ വൈകുണ്ഠത്തിൻ്റെ അധികാരിയാണ്. അപ്പോൾ ഭക്തിമാർഗത്തിലാണെങ്കിലോ പല കഥകളുണ്ട്. അതാണ് ബാബ പറയുന്നത്, എവിടെ കിടക്കുന്നു വൈകുണ്ഠത്തിൻ്റെ അധികാരിയായ ശ്രീകൃഷ്ണൻ, എവിടെയിരിക്കുന്നു ഈ ഗ്രാമത്തിലെ ബാലകൻ. ശ്യാം സുന്ദർ കഹത്തെ ഹേ. ശ്രീകൃഷ്ണൻ എന്ത് പറയും? ശ്യാമസുന്ദരൻ എന്ന് പറയുന്നു. അർത്ഥത്തോടെ ഹി സമജത്തെ, അതായത് അർത്ഥം ഒട്ടും തന്നെ മനസ്സിലാക്കുന്നില്ല. ശ്യാമസുന്ദരൻ ശ്യാമസുന്ദരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കൃഷ്ണനെ, പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, അതിൻ്റെ അർത്ഥമൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയാ ബാബ. അബി ബാപ്പിനെ തുംകോ സംജായാ ഹേ ജോ നമ്പർ 1 സുന്ദർ വഹി നമ്പർ ലാസ്റ്റ് തമോ പ്രധാൻ ശ്യാം ബനാ ഹേ. ബാബ പറയാണ്, ഇപ്പം നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തരാണ്. അതായത് നമ്പർ 1 സുന്ദരനായിരുന്നത് ആരാണോ അവർ തന്നെയാണ് നമ്പർ ലാസ്റ്റ് ശ്യാമൻ, അതായത് കറുത്തതായിട്ട് തമോ പ്രധാനമായിട്ട് മാറിയതെന്ന് പറയാം. അപ്പം ഇത് നമ്പർ 1 സുന്ദരൻ എന്ന് പറയുന്നത് എന്താണ്? ആത്മാവ് അത്രയ്ക്കും സതോ പ്രധാനമായിരുന്നു. ആ ആത്മാവ് തന്നെയാണ് പിന്നീട് ജന്മങ്ങൾ എടുത്തെടുത്ത് അത്രയും തമോ പ്രധാനമായി കറുത്തതായി മാറി എന്ന് പറയുന്നത് എന്താണ്? ബാബ പറയുന്നത് ഇവിടെ ആത്മാവിനെയാണ്. അതായത് ആത്മാവിൻ്റെ ആ ഒരു അവസ്ഥ സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായിട്ട് മാറി. അതാണ് ബാബ പറയുന്നത്, ശ്യാം സുന്ദർ, സുന്ദരനിൽ നിന്നും ശ്യാമനായിട്ട് മാറി. തും സമജ്തേ ഹോ ഹം സുന്ദർ ദേ ഫിർ ശ്യാം ബനേ ഹേ 84 का चक्र लगाए अभी श्याम से सुंदर बनने के लिए बाप एक ही दवाई देते हैं कि മുജെ യാദ് കരോ. ബാബ പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി നമ്മൾ സുന്ദരനായിരുന്നു, അതായത് നമ്മൾ അത്രയും പവിത്രമായിരുന്നു. പിന്നീട് എന്തുണ്ടായി മാറി? നമ്മൾ അപവിത്രമായിട്ട് മാറി. 84 ജന്മങ്ങൾ എടുത്ത് വന്നപ്പോൾ നമ്മൾ അപവിത്രമായി മാറി. ഇപ്പോൾ വീണ്ടും നമ്മൾക്ക് എന്താണ്? ശ്യാമനിൽ നിന്നും സുന്ദരനായിട്ട് മാറണം. അതിനുള്ള മരുന്നാണ് ബാബ നമുക്ക് തരുന്നത്. ആ ഒരു മരുന്ന് ബാബ എന്താ പറയുന്നത്? എന്നെ ഓർമ്മിക്കൂ, അതായത് ബാബയെ ഓർമ്മിക്കാനാണ് ബാബ പറയുന്നത്. തുമാരി ആത്മാ പതീത് സേ പാവൻ ബൻ ജായേഗി. അങ്ങനെയാണെങ്കിൽ ബാബ എന്താ പറയുന്നത്? നിങ്ങളുടെ ആത്മാവ് പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറും. അതായത് ഒരേ ഒരു ബാബയെ ഓർമ്മിച്ചാൽ നമ്മളിലുള്ള വികർമ്മങ്ങളെല്ലാം വിനാശമായി നമ്മൾ പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറുന്ന ബാബ പറയാ. തുമാരെ ജന്മ ജന്മാന്തർ കെ പാപ് നാശ് ഹോ ജായേങ്കെ. നിങ്ങളുടെ ജന്മ ജന്മാന്തരത്തിലെ പാപം നശിക്കുമെന്ന് പറയാ ബാബ. അതായത് ബാബയെ ഓർമ്മിച്ചാൽ, അതാണ് ഒറ്റ ഒരു മരുന്ന്.
ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് 63 ജന്മത്തെ പാപഭാരം നിങ്ങളുടെ തലയിലുണ്ട്. അത് നിങ്ങൾക്ക് ആ പാപങ്ങളെല്ലാം, ആ വികർമ്മങ്ങളെല്ലാം വിനാശമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ പാപങ്ങളെല്ലാം ഭസ്മമാക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു മരുന്നാണ് സ്വയം ഭഗവാനെ ഓർമ്മിക്കുക. അതാണ് ബാബ നമുക്ക് തരുന്ന ശ്രീമതം. തും ജാൻതേ ഹോ ജബ് സേ രാവൺ ആയാ ഹേ തും ഗിർത്തെ ഗിർത്തെ പാപാത്മാ ബനെ ഹോ. അപ്പോൾ ബാബ പറയുന്നത്, നിങ്ങൾക്കറിയുമോ, എപ്പോഴാണോ ഇവിടെ രാവണൻ വന്നത് അപ്പോൾ മുതൽക്കാണ് നിങ്ങൾ താഴേക്ക് വീണ് വീണ് എന്തായി മാറിയത്, പാപാത്മാവായിട്ട് മാറിയത് എന്ന് പറയാം. അല്ലെ, ദ്വാപരം മുതലാണ് നമുക്ക് ശരീരബോധം വന്നു തുടങ്ങിയത്. അതുവരെ നമ്മൾ ആത്മബോധത്തിലായിരുന്നു. ഇപ്പം ശരീരബോധം വന്നപ്പോഴാണ് പഞ്ചവികാരങ്ങൾക്ക് നമ്മൾ അടിമയായത്. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ താഴേക്ക് വീണ് വീണ് പാപാത്മാവായിട്ട് മാറിയെന്ന് പറയാം ബാബ. യഹ് ഹേഹി പാപ ആത്മാവോം കി ദുനിയ. ഇത് പാപാത്മാക്കളുടെ ലോകമാണെന്ന് പറയാ ബാബ. ഏക് ബി സുന്ദർ നെഹി. ഒരാൾ പോലും സുന്ദരമായിട്ടില്ല എന്ന് പറയാം. സുന്ദരമായതെന്ന് പറയുന്നത് ഒരാൾ പോലും പവിത്രമായത് ഇല്ല എന്ന് ബാബ പറയാം. ബാപ്പ് ബിഗർ സുന്ദർ കോയി ബനാനാ സകേ. ബാബ പറയുന്നത്, ബാബയെ കൂടാതെ ആർക്കും തന്നെ പവിത്രമായിട്ട് മാറാൻ കഴിയില്ല എന്ന് പറയാ ബാബ. തും ആയേ ഹോ സ്വർഗവാസി സുന്ദർ ബന്നെ. നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്, സ്വർഗവാസിയായിട്ട് മാറാൻ. അല്ലേ, സ്വർഗവാസി സുന്ദർ എന്ന് പറഞ്ഞാൽ അത്രയും സദോ പ്രധാനമാകാൻ, അത്രയും പവിത്രമായിട്ട് മാറാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അബി നർഗവാസി ശ്യാം ഹേ ക്യൂംകി കാംചിത പർ ചഡ് കാലേ ബനേ ഹേ. അപ്പം ബാബ പറയുന്നത്, ഇപ്പം നിങ്ങൾ നരകവാസി കറുത്തവരാണെന്ന് പറയാം. അതായത് അത്രയ്ക്കും തമോ പ്രധാന സ്ഥിതിയാണ് നിങ്ങളുടെ. എന്തുകൊണ്ടാണ്, കാമചിതയിലിരുന്ന് നിങ്ങൾ കറുത്തു പോയിരിക്കുന്നു എന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ കാം മഹാശത്രു ഹേ. ബാബ എന്താ പറയുന്നത്, കാമം മഹാശത്രുവാണ്. ഇൻ പർ ജോ ജീത്ത് പായെങ്കെ വഹി ജഗത് ജീത് ബനേങ്കെ. അപ്പം ബാബ പറയുന്നത്, ഈ കാമം എന്ന മഹാശത്രുവിന്മേൽ ആരാണോ ജയിക്കുന്നത് അവരാണ് ജഗത് ജീത്ത്. അല്ലെ, വിശ്വത്തെ ജയിക്കുന്നവരായിട്ട് മാറണമെങ്കിൽ കാമം എന്ന ആ വികാരത്തിന് മേൽ ജയിക്കണം. അതാണ് ബാബ പറയുന്നത്. നമ്പർ 1 ഹേ കാം. അതായത് നമ്പർ 1 ആണ്, അതായത് ഏറ്റവും വലിയ ശത്രുവാണ് കാമം എന്ന് പറയാ ബാബ. ഉൻകോ ഹി പതീത് കഹാ ജാത്താ ഹേ. ഈ കാമിയായിട്ടുള്ളവരെയാണ് ബാബ പറയുന്നത് പതീതം എന്ന് പറയുന്നത്. ക്രോധിക്കോ പതീത് നെഹി കഹേങ്കെ. അപ്പൊ ക്രോധിയായിട്ടുള്ളവരെ പതീതം എന്ന് പറയില്ല എന്ന് പറയാ ബാബ. ബുലാത്തെ ബീഹേക്ക് ആക്കർ പതീത് സേ പാവൻ ബനാവോ. അപ്പൊ ബാബയെ തന്നെയാണ് വിളിക്കുന്നത് എന്ത് പറഞ്ഞിട്ട്, പതീത പാവന വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികൾ തന്നെയാണ് ഈശ്വരനെ വിളിക്കുന്നത്. തോ അബ് ബാപ്പ് ആയേ ഹേ കഹത്തെ ഹേ യഹ് അന്തിം ജന്മ പാവൻ ബനോ. അപ്പം അതനുസരിച്ച് ബാബ വന്നിരിക്കുകയാണ്. എന്നിട്ട് ബാബ പറയാണ്, ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്, അതുകൊണ്ട് നിങ്ങൾ പാവനമായിട്ട് മാറൂ. ജൈസ രാത് കെ ബാദ് ദിൻ, ദിൻ കെ ബാദ് രാത് ഹോത്തി ഹേ, വൈസെ സംഗമയുഗ് കെ ബാദ് ഫിർ സത്യയുഗ് ആനാ ഹേ. അപ്പം ബാബ പറയുന്നത്, എങ്ങനെയാണോ രാത്രിക്ക് ശേഷം പകലും പകലിന് ശേഷം വീണ്ടും രാത്രി വരുന്നത്, അതുപോലെ ഈ സംഗമയുഗത്തിന് ശേഷം വീണ്ടും സത്യയുഗം വരുമെന്ന് ബാബ പറയാം. ചക്ര ഫിർനാഹേ, ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു പറയാം ബാബ. ബാക്കി ഓർ കോയി ആകാശമേം അഥവാ പാതാൾമേം ദുനിയ നഹി ഹേ. ബാബ പറയുന്നത്, അല്ലാതെ ആകാശത്തിലോ അല്ലെങ്കിൽ പാതാളത്തിലോ വേറൊരു ലോകം അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഇവിടെ തന്നെയാണ് എല്ലാ ലോകവും, അത് തന്നെ എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ബാബ. സൃഷ്ടി തോ യഹി ഹേ, സത്യയുഗ് ത്രേതായുഗ് ദ്വാപർ കലിയുഗ് യഹാം ഹി ഹേ. ബാബ പറയുന്നത്, സൃഷ്ടി ഇത് തന്നെയാണ്, ഇവിടെ തന്നെയാണ് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇതെല്ലാം ഇവിടെ തന്നെയാണെന്ന് ബാബ പറയാം. ജാഡ് ബി ഏക് ഹി ഹേ ഓർ കോയി ഹോ നഹി സക്ത. അപ്പം ബാബ പറയുന്നത്, വൃക്ഷവും, അതായത് മനുഷ്യ സൃഷ്ടി വൃക്ഷം എന്ന് പറയില്ലേ ബാബ, അതും ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു സൃഷ്ടി വൃക്ഷം വേറെ, അല്ലെങ്കിൽ വേറൊരു ലോകം, ആകാശത്തിൽ പാതാളത്തിൽ വേറൊരു ലോകം, അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന് ബാബ പറയാം. യഹ് സബ് ഗപ്പോടെ ഹേ ജോ കഹത്തെ ഹേ അനേക് ദുനിയ ഹേ. അതായത്
കുറേ വേറെ ലോകമൊക്കെ ഉണ്ടെന്ന് പറയുന്നവരുണ്ടല്ലോ. ബാബ പറയുന്നത് ഇതെല്ലാം കെട്ടുകഥകളാണ് എന്ന് പറയാ ബാബ. ബാപ്പ് കഹത്തെ ഹേ യഹ് സബ് ഹേ ഭക്തി മാർഗ കി ബാത്തേ. ബാബ പറയാണ് ഇതെല്ലാം ഭക്തി മാർഗത്തിന്റെ കാര്യങ്ങളാണ് എന്ന് പറയാ ബാബ. അബ് ബാപ്പ് സത്യബാത്ത് സുനാത്ത ഹേ. ബാബ പറയുന്നത് ഇപ്പോ ഞാൻ വന്നിട്ട് നിങ്ങളെ സത്യമായ കാര്യം കേൾപ്പിക്കുകയാണ്. अब अपने अंदर देखो, हम कहाँ तक श्रीमद पर चल സദോ പ്രധാൻ അർത്ഥാത് പുണ്യ ആത്മാ ബൻ രഹേ ഹേ. ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ സ്വയം ഉള്ളിൽ നോക്കൂ, അതായത് ചെക്ക് ചെയ്യാൻ പറയാറുണ്ടല്ലോ ബാബ. നമ്മൾ എത്രമാത്രം ശ്രീമതമനുസരിച്ച് സദോ പ്രധാനമായ അവസ്ഥ, അതായത് പുണ്യ ആത്മാവായിട്ട് നമ്മൾ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ പറയാണ് ബാബ. സദോ പ്രധാൻ കോ പുണ്യാത്മാ തമോ പ്രധാൻ കോ പാപാത്മാ കഹാ ജാത്താ ഹേ. ബാബ പറയുന്നത് സദോ പ്രധാനമായവരെ പുണ്യാത്മാവെന്നും തമോ പ്രധാനമായവരെ പാപാത്മാവെന്നും പറയുന്നു എന്ന് പറയാ ബാബ. വികാർമേം ജാന പാപ് ഹേ, അതായത് വികാരത്തിൽ പോകുന്നത് പാപം തന്നെയാണെന്ന് പറയാ ബാബ. ബാപ്പ് കഹത്തെ ഹേ അബ് പവിത്ര ബനോ. ബാബ എന്താ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ പവിത്രമായിട്ട് മാറൂ. മേരെ ബനേ ഹോ തോ മേരി ശ്രീമദ് പർ ചൽനാ ഹേ. അപ്പൊ ബാബ എന്താ പറയുന്നത്, നിങ്ങൾ എന്റേതായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മതത്തിലൂടെ നടക്കണമെന്ന് ബാബ പറയാം. മുഖ്യ ബാത്ത് ഹേ കോയി പാപ് നെഹി കരോ. അപ്പൊ ബാബ പറയുന്നത് മുഖ്യമായ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പാപവും ചെയ്യരുത്. നമ്പർ 1 പാപ് ഹേ വികാർമേം ജാന. അതായത് നമ്പർ 1 പാപം എന്ന് ബാബ പറയുന്നത് എന്താണ്, വികാരത്തിൽ പോകുക എന്നുള്ളത്. അതാണ് നമ്പർ 1 പാപം. ഫിർ ഓർ ബി പാപ് ബഹുത്ത് ഹോത്തേ ഹേ, ചോരി ചക്കാരി ടഗി ആദി ബഹുത്ത് കർത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത് വേറെയും പാപങ്ങൾ ധാരാളമുണ്ട്. അതായത് നമ്പർ 1 പാപാണ് ബാബ പറഞ്ഞത് വികാരത്തിൽ പോവുക. വേറെയും പാപങ്ങൾ ധാരാളമുണ്ടെന്ന് പറയാം. അതായത് കളവ് ചെയ്യുക, കൊള്ള ചെയ്യുക, കൊലപ്പെടുത്തുക, അങ്ങനെയുള്ള, അതായത് വഞ്ചിക്കുക, ഇതെല്ലാം എന്താണ്, പാപങ്ങൾ തന്നെയാണെന്ന് ബാബ പറയാ. അബ് ബാപ്പ് ബച്ചോം കോ കഹത്തെ ഹേ തും അപ്പനെ ദിൽ സെ പൂച്ചോ ഹം കോയി പാപത്തോ നെഹി കർത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത് കുട്ടികളോട് പറയാണ് ബാബ, നിങ്ങൾ സ്വയം നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കൂ, അതായത് ഞങ്ങൾ വേറെ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ. ऐसे मत समझो हमने चोरी की व रिश्वत खाई तो यह बाबा तो जानी जानकारी है സബ് ജാൻതേ ഹേ. അപ്പം ബാബ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്, അതായത് ഞങ്ങളിപ്പോൾ ഒരു കളവ് ചെയ്തു, അത് ബാബയ്ക്കറിയാലോ. ബാബ എല്ലാം അറിയുന്നവനാണ്, എല്ലാവരുടെയും ഉള്ളറിയുന്നവനാണ് ഈശ്വരൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കരുത്. അപ്പം നിങ്ങളൊരു കളവ് ചെയ്താൽ അത് ബാബയ്ക്ക് അറിയാം, ബാബയ്ക്ക് അറിഞ്ഞു കാണും എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഇതാ ബാബ പറയുന്നത് നെഹി ജാനി ജാനൻഹാർ കാ അർത്ത് കോയി യഹ് നെഹി ഹേ. ഇപ്പൊ ബാബ പറയുന്നത് എല്ലാം അറിയുന്നവൻ എന്നതിൻ്റെ അർത്ഥം ഇതല്ല. അതായത് ഇപ്പൊ ബാബയ്ക്ക് എല്ലാം അറിയുമെന്ന് കരുതി ഒരു കുട്ടി ഒരു കളവ് ചെയ്തു, അത് ബാബയ്ക്ക് അറിഞ്ഞു, അങ്ങനെയല്ല എന്ന് ബാബ പറയാം. അച്ഛാ കോയിനെ ചോരിക്ക് ബാപ്പ് ജാനേങ്കെ ഫിർ ക്യാ. ഇപ്പൊ ബാബ പറയാണ് ശരി, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു കളവ് ചെയ്തു, ബാബ അത് അറിഞ്ഞു, പിന്നീട് എന്താ എന്ന് ബാബ ചോദിക്കാം. ജോ ചോരിക്ക് ഉസ്കാ ദണ്ഡ് 100 ഗുണ ഹോ ഹി ജായേഗ. അപ്പൊ ബാബ പറയുന്നത് എന്താണ്, ആരെങ്കിലും ഒരു കളവ് ചെയ്തുവെങ്കിൽ അവർക്ക് അതിൻ്റെ ശിക്ഷ 100 ഇരട്ടി ഉണ്ടാകുമെന്ന് പറയാം ബാബ. അല്ലാതെ ഇപ്പൊ ബാബ അറിഞ്ഞു അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രയോജനം എന്ന് ബാബ ചോദിക്കാം. അപ്പൊ ബാബയ്ക്ക് അറിയാം, ചിലപ്പോൾ ബാബ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഇപ്പൊ ആരാണോ കളവ് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ശിക്ഷ 100 ഇരട്ടി കിട്ടുമെന്ന് ബാബ പറയാം. ബഹുത്ത് ബഹുത്ത് സജാകായെങ്കെ, അതായത് ബാബ പറയുന്നത് ധാരാളം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാ ബാബ. പദവി ഭ്രഷ്ട് ഹോ ജായേക, പദവിയും നിങ്ങൾക്ക് നഷ്ടമാകും. ബാപ്പ് സംജാത്താ ഹേ ഏസെ അഗർ കാം കരേങ്കെ തോ ദണ്ഡ് ഭോഗന പടേക. അപ്പൊ ബാബ പറയുന്നത് ഇതുപോലെയുള്ള ഏതെങ്കിലുമുള്ള കാര്യം, അതായത് കളവ്, എന്താ പറയാ, മോഷ്ടിക്കുക എന്നുള്ള അങ്ങനെയുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെ വേണമെന്ന് പറയാ ബാബ.
कोई ईश्वर का बच्चा बनकर फिर चोरी करता, शिव बाबा जिससे इतना वर्षा मिलता है उनके भंडारे से चोरी करता, यह तो बहुत बड़ा पाप है. അപ്പോൾ ബാബ എന്താ പറയുന്നത്, ഇപ്പോൾ ബാബയുടേതായി മാറിയിട്ടുള്ള കുട്ടികൾ എന്നിട്ട് അവർ മോഷ്ടിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ, അതായത് ശിവബാബയാണ് നമ്മൾക്ക് ഇത്രയ്ക്കും അധികം സമ്പത്ത് നൽകുന്നത്, ആ ശിവബാബയുടെ ഭണ്ഡാരയിൽ നിന്ന് നിങ്ങൾ കളവ് എടുക്കുക, അതായത് മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് പറയാം. കാരണം ശിവബാബയുടേതായി മാറിക്കഴിഞ്ഞു കുട്ടികൾ. അതിനുശേഷം ആ ശിവബാബയുടെ ഭണ്ഡാരിയിൽ നിന്ന് തന്നെ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ പാപമാണ് എന്ന് പറയാം ബാബ. കോയി കോയി മേം ചോരിക്ക് ആദത്ത് ഹോത്തി ഹേ, ചിലരിലാണെങ്കിലോ മോഷ്ടിക്കുക എന്നുള്ള ശീലം തന്നെയുണ്ടെന്ന് പറയാം ബാബ. ഉൻകോ ജയിൽ ബേഡ് കഹാ ജാത്താ ഹെ, അവരെ ജയിൽ പുള്ളി എന്നാന്ന് പറയാ ബാബ. യഹ് ഹേ ഈശ്വർ കാ ഘർ, ഇത് ഈശ്വരന്റെ വീടാണ്. സബ് കുച്ച് ഈശ്വർ കാ ഹേന, അപ്പോൾ ഇതിൽ ഇവിടെയുള്ള എല്ലാതും ആരുടേതാണ്? ഈശ്വരൻ്റെതാണ്. പരന്തു कोई कोई की आदत हो जाती है उसकी सजा 100 ഗുണ ബൻ ജാത്തി ഹെ. പക്ഷെ ബാബ പറയുന്നത് ചില കുട്ടികൾക്ക് ഇതൊരു ശീലമായി, മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ബാബ പറയാ. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ശിക്ഷ, അല്ലേ? ബാബ പറയുന്നത് 100 ഇരട്ടി ശിക്ഷ എന്നാ പറയാ. കാരണം ബാബയുടേതായിട്ട് മാറി, സ്വയം ഭഗവാന്റേതായി മാറിയിട്ട് പിന്നെ ചെയ്യുന്ന ഓരോ പാപമായ തെറ്റായ കർമ്മങ്ങൾക്കും 100 ഇരട്ടി ശിക്ഷയാണെന്ന് ബാബ പറയും, അല്ലേ? മറ്റേതെന്ന് പറയുന്നത് ജ്ഞാനമില്ലാത്ത കുട്ടികളാണ്, അപ്പം അവർക്ക് ഇത്രയും ശിക്ഷ ലഭിക്കില്ല. പക്ഷേ ബാബയുടെ ജ്ഞാനത്തിലേക്ക് വന്ന് സ്വയം ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞു, എല്ലാ സൃഷ്ടിയുടെ രഹസ്യങ്ങളും എല്ലാം അറിഞ്ഞ്, അപ്പോൾ എല്ലാ ജ്ഞാനവും ഉണ്ട് കയ്യിൽ, സ്വയം ഭഗവാനെയും നേടിക്കഴിഞ്ഞു, പിന്നെയും തെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാബ പറയുന്നത് നിങ്ങൾക്ക് 100 ഇരട്ടി ശിക്ഷ ലഭിക്കുമെന്ന് ബാബ പറയാം. അത്രയ്ക്കും അധികം നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. സജായേം ബി ബഹുത്ത് മിലേഗി ഓർ ഫിർ ജന്മ തോ എന്താണ് ഡേർട്ടി ഗർമേം ജായേ ജന്മ ലേങ്കെ തോ അപ്നാ ഹി നുക്സാൻ കിയാന. അപ്പം ബാബ പറയുന്നത് നിങ്ങൾക്ക് ശിക്ഷയും 100 ഇരട്ടി അനുഭവിക്കേണ്ടി വരും. അത് കൂടാതെ ബാബ എന്താ പറയുന്നത്, ജന്മ ബൈ ജന്മ, അതായത് ജന്മാന്തരങ്ങൾ നിങ്ങൾ മോശമായ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ജന്മമെടുക്കേണ്ടി വരും, അല്ലേ? കാരണം ശിക്ഷ അത്രയ്ക്ക് കിട്ടും ധാരാളം. കാരണം ബാബയുടേതായി മാറിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ബാബ എന്താ പറയുന്നത്, അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ധാരാളം ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. അതുകൂടാതെ മോശമായ വീടുകളിൽ നിങ്ങൾക്ക് ജന്മമെടുക്കേണ്ടി വരുമെന്ന് ബാബ പറയാം. അപ്പോൾ സ്വയത്തിന് തന്നെ നാശം ഉണ്ടാക്കാണല്ലോ. കാരണം നമ്മൾക്ക് മോശമായ ഒരു വീട്ടിൽ ജന്മമെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ജന്മം മുഴുവനും നമ്മൾ എന്താണ് അത് അവിടെയും ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വയത്തിന് തന്നെ അവിടെ നാശമുണ്ടാക്കുകയാണെന്ന് പറയാം ബാബ. ऐसे बहुत है जो याद में बिल्कुल नहीं रहते सुनते कुछ नहीं. ബാബ പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികളുമുണ്ട്, അതായത് അവർ ഓർമ്മയിൽ ഇരിക്കുന്നേയില്ല, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയുമില്ല, അതുപോലെ ബാബയിൽ നിന്ന് ഒന്നും തന്നെ കേൾക്കുകയുമില്ല. അങ്ങനെയും ഉണ്ടെന്ന് പറയാം ബാബ കുട്ടികൾ. ബുദ്ധിമേം ചോരി ആദി കേഹി ക്യാലാത്ത് ചലത്തെ രഹത്തെ ഹേ, അവരുടെ ബുദ്ധിയിൽ എന്താണ്? മോഷ്ടിക്കണം, അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും, അതിനെക്കുറിച്ചുള്ള പ്ലാനുകളായിരിക്കും അവരുടെ ബുദ്ധിയിൽ. അല്ലാതെ അവർ ബാബേനെ ഓർമ്മിക്കുക, ബാബയിൽ നിന്നുള്ള ജ്ഞാനം കേൾക്കുക, ഇതൊന്നുമില്ല എന്ന് ബാബ പറയാം. ऐसे बहुत सत्संग में जाते हैं चप्पल चोरी कर लेते उनका धंधा ही यह रहता है. അപ്പോൾ ബാബ പറയുന്നത് ഇങ്ങനെയും കുട്ടികളുണ്ട്, അതായത് സത്സംഗങ്ങളിലൊക്കെ പോകും, അവിടെ പോയിട്ട് ചപ്പൽ മോഷ്ടിക്കുന്ന ബാബ പറയാം. അങ്ങനെയുള്ള ജോലിയും ചെയ്യുന്നവരുണ്ട്, കാരണം അവരുടെ ജോലി തന്നെ അതാണ്, ഈ സത്സംഗങ്ങളിലൊക്കെ പോവുക, അവിടെ നിന്ന് ചപ്പലൊക്കെ മോഷ്ടിക്കുക. അപ്പം അങ്ങനെയും ചെയ്യുന്ന കുട്ടികളുണ്ടെന്ന് ബാബ പറയാം. ജഹാം സത്സംഗ് ഹോത്താ വഹാം ജാക്കർ ചപ്പൽ ചോരി കറായെങ്കെ. ബാബ പറയുന്നത് എവിടെയൊക്കെ സത്സംഗമുണ്ടോ അവിടെയെല്ലാം പോയിട്ട് ഈ ചപ്പലെല്ലാം മോഷ്ടിച്ചു വരുന്ന ബാബ പറയാം. ദുനിയ ബിൽക്കുൽ ഹി ഡേർട്ടി ഹേ. ബാബ പറയുന്നത് ലോകം എന്ന് പറയുന്നത് അത്രയ്ക്കും മോശമായ അവസ്ഥയാണ് എന്ന് ബാബ പറയാം. യഹ് ഹേ ഈശ്വർ കാ ഘർ, ഇത് ഈശ്വരൻ്റെ വീടാണ്. ചോരി കി ആദത്ത് തോ ബഹുത്ത് ഖരാബ് ഹേ.
ബാബ പറയുന്നത് മോഷ്ടിക്കുക എന്നുള്ള ശീലം ഉണ്ടല്ലോ, വളരെ മോശമാണ് എന്ന് പറയാ ബാബ. കഹാ ജാത്താ ഹേ കക്ക് കാ ചോർ സോ ലക്ക് കാർ ചോർ. ബാബ പറയുന്നത് ഇങ്ങനെ പറയാറുണ്ട്, അതായത് കക്ക മോഷ്ടിക്കുന്നവനും ലക്ഷം മോഷ്ടിക്കുന്നവനും രണ്ടും എന്താണ്, കളവാണല്ലേ. അപ്പം രണ്ടിനെയും മോഷണം എന്ന് തന്നെയാണ് പറയാ. അതായത് 1 രൂപ മോഷ്ടിച്ചാലും ലക്ഷങ്ങൾ മോഷ്ടിച്ചാലും അത് മോഷണം തന്നെയാണ്. അവരെ കള്ളൻ എന്ന് തന്നെയാണ് പറയാ, അല്ലേ. അല്ലാതെ 1 രൂപയല്ലേ മോഷ്ടിച്ചുള്ളൂ, അല്ലെങ്കിൽ എത്രയല്ലേ ചെയ്തുള്ളൂ, അങ്ങനെയില്ല. മോഷണം എന്തായാലും മോഷണം തന്നെയാണ് എന്ന് ബാബ പറയാ. अपने अंदर से पूछना चाहिए हम कितना പുണ്യ ആത്മാ ബനേ ഹേ. ബാബ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കണം, അതായത് ഞാൻ എത്രത്തോളം പുണ്യ ആത്മാവായിട്ട് മാറിയിട്ടുണ്ട്. കിത്ന ബാപ്പ് കോ യാദ് കർത്തേ ഹേ, അതായത് ഞാൻ എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. കിത്ന ഹം സ്വദർശൻ ചക്രധാരി ബൻതേ ഹേ, അതായത് ഞാൻ എത്രത്തോളം സ്വദർശന ചക്രധാരിയായിട്ട് മാറിയിട്ടുണ്ട്. കിത്തനെ പാപ കട്ടേ ജാ രഹേ ഹേ, എത്രത്തോളം ഞാൻ പാപത്തെ കളഞ്ഞിട്ടുണ്ട്. അപ്ന പോത്താമേൽ രോസ് ദേക്കോ, അതായത് സ്വന്തം കണക്ക് ഡെയിലി നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറയാം. ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, ചാർട്ട് വെക്കൂ. അതായത് ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്തു, എത്ര പാപകർമ്മം ചെയ്തു, എത്ര നല്ല കർമ്മം ചെയ്തു, ഇതിൻ്റെ എല്ലാം കണക്ക് എഴുതാൻ ബാബ പറയാറുണ്ട്. അപ്പം ഡെയിലി നമ്മൾ നമ്മുടെ ആ ഒരു കണക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഏതൊക്കെയാണ് ഞാൻ എത്രമാത്രം പുണ്യാത്മാവായി മാറിയിട്ടുണ്ട്, അതുപോലെ ഞാൻ ബാബയെ എത്രത്തോളം ഓർമ്മിക്കുന്നുണ്ട്, ഞാൻ എത്രത്തോളം സ്വദർശന ചക്രവർത്തിയായി മാറിയിട്ടുണ്ട്, അതുപോലെ എത്ര സമയം ഞാൻ ഈശ്വരൻ്റെ സേവനം ചെയ്തിട്ടുണ്ട്, എത്രമാത്രം പാപം ഞാൻ വികർമ്മങ്ങൾ ഞാൻ എത്രമാത്രം വിനാശമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പാപം ഞാൻ എത്രമാത്രം ഭസ്മമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ബാബ പറയുന്നത് നിങ്ങൾ സ്വയം ഹൃദയത്തോട് ചോദിക്കൂ. അപ്പം നമ്മൾ ഡെയിലി ചാർട്ട് വെക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഞാൻ ഇതെല്ലാം എത്രമാത്രം ചെയ്തിട്ടുണ്ട്. അതിനാണ് ബാബ പറയുന്നത് ഡെയിലി നിങ്ങൾ ചാർട്ട് വെക്കൂ. അപ്പോൾ ചാർട്ട് വെക്കുമ്പോഴാണ് നമ്മളിൽ ചേഞ്ച് വരുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കറിയില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നറിയില്ല. പക്ഷെ നമ്മൾ ഡെയിലി ഞാൻ ഇന്ന കാര്യങ്ങൾ, ബാബ എന്നിൽ നിന്നും ഇങ്ങനെയുള്ള തെറ്റായ കർമ്മം വന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു ശ്രേഷ്ഠമായ കർമ്മം ചെയ്തു, ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എത്രമാത്രം ശരിയായ കർമ്മം എന്നിൽ നിന്ന് വന്നു, എത്രമാത്രം വികർമ്മം വന്നിട്ടുണ്ട്. അതാണ് ബാബ എപ്പോഴും ചാർട്ട് വെക്കാൻ പറയുന്നത്. കിത്തന പുണ്യ കിയ കിത്തന യോഗമേ രഹ, എത്രത്തോളം പുണ്യം ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം ബാബയുടെ ഓർമ്മയിലിരുന്നു. കിത്തനേക്കോ രാസ്ത ബത്തായ, ബാബ പറയാണ് നിങ്ങൾ എത്ര പേർക്ക് നിങ്ങൾ വഴി കാണിച്ചു കൊടുത്തു. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമല്ലോ, അപ്പം നമുക്കറിയാം നമ്മൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന്. ദന്ത ആദിത്തോ ബൽ കരോ, അപ്പം ബാബ പറയുന്നത് നിങ്ങൾ ജോലിയെല്ലാം ചെയ്തോളൂ. തും കർമ്മയോഗി ഹോ, അപ്പം ബാബ പറയുന്നത് നിങ്ങൾ കർമ്മയോഗികളാണ്. കർമ്മയോഗി എന്ന് പറയുന്നത് ഏതൊരു കർമ്മവും ബാബയുടെ ഓർമ്മയിൽ ചെയ്യുക, അതിനെയാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കുട്ടികൾ കർമ്മയോഗികളാണ് എന്ന് ബാബ പറയാ. കർമ്മത്തോ ബൽ കരോ, നിങ്ങൾ കർമ്മം ചെയ്തോളൂ. ബാബ യഹ് ബാഡ്ജസ് ബനാത്തെ രഹത്തെ ഹേ, അച്ഛേ ലോകോം കോ ഇസ് പർ സംജാവോ. അപ്പം ബാബ നമുക്ക് ബാഡ്ജ് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. അപ്പം ബാബ എന്തിനാണ് ഈ ബാഡ്ജ് ഉണ്ടാക്കി തരുന്നത്? ഈ ബാഡ്ജിലൂടെ ബാബ പറയുന്നത് നിങ്ങൾ കുറേ നല്ല നല്ല ആളുകൾക്ക് ഈ ബാഡ്ജിലൂടെ മനസ്സിലാക്കി കൊടുക്കൂ, അല്ലേ, ബാബയുടെ പരിചയം കൊടുക്കൂ. അതുപോലെ നമ്മൾ ആരായിരുന്നു എന്നതിൻ്റെ പരിചയം, അങ്ങനെ ബാബ നമുക്ക് തന്നിട്ടുള്ള ജ്ഞാനം, അതുപോലെ ബാബയുടെ പരിചയം, ഇതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കൂ. ഈ ബാഡ്ജിലൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന ബാബ പറയാം. ഇസ് മഹാഭാരത ലഡായി ദ്വാരാ ഹി സ്വർഗ് കെ ഗേറ്റ്സ് ഖുൽ രഹേ ഹേ. ബാബ പറയുന്നത് ഈ മഹാഭാരത യുദ്ധത്തിലൂടെ തന്നെയാണ് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. ശ്രീകൃഷ്ണ കെ ചിത്രമേ നീച്ചെ ലിഖത് ബഡി ഫസ്റ്റ് ക്ലാസ് ഹേ. ശ്രീകൃഷ്ണന്റെ ചിത്രത്തിൽ താഴെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ആണെന്ന് ബാബ പറയാ. പരന്തു ബച്ചെ അബി ഇത്തന വിശാൽ ബുദ്ധി നെഹി ഹുയേ ഹേ. ബാബ പറയുന്നത് എന്നിട്ടും കുട്ടികൾ ഇത്രമാത്രം ഒന്നും വിശാല ബുദ്ധി ഉള്ളവരായിട്ട് മാറിയിട്ടില്ല എന്ന് പറയാ ബാബ. തോടാ ഹി ധൻ മിൽത്താ ഹേ തോ നാച്ചനെ ലഗ് പഡ്തേ ഹേ, കോയി കോ ജാസ്തി ധൻ ഹോത്താ ഹേ തോ
സമജ്തേ ഹേ ഹമാരെ ജൈസ കോയി നഹി ഹോഗ. അപ്പോൾ ബാബ പറയുന്നത് കുറച്ച് ധനം ലഭിക്കുമ്പോഴേക്കും നൃത്തം വയ്ക്കും സന്തോഷം കൊണ്ട്. പിന്നെ ധാരാളം ധനമുള്ളവരാണെങ്കിലോ ബാബ പറയുന്നത് അവരെന്താണ് ചിന്തിക്കുന്നത്? ഞങ്ങളെ പോലെ വേറെ ആരും തന്നെ ഈ ലോകത്തിലില്ല എന്ന് ചിന്തിക്കും. അപ്പോൾ ബാബ അതാ പറഞ്ഞ് മനസ്സിലാക്കി തരാം കുട്ടികളുടെ ഒരവസ്ഥകൾ. ജിൻ ബച്ചോം കോ ബാപ്പ് ഹി പർവാഹ് നഹി ഉനേം ബാപ്പ് जो इतना अविनाशी ज्ञान रत्नों का खजाना देते हैं उसकी भी कदर नहीं रहती है. അപ്പോൾ ബാബ എന്താ പറയുന്നത്? ഇങ്ങനെയും കുട്ടികളുണ്ട്. അതായത് അവർക്ക് ബാബയുടെ കാര്യത്തിലൊന്നും വളരെ ചിന്തയൊന്നും ഉണ്ടായിരിക്കില്ല. ബാബയെക്കുറിച്ചൊരു ചിന്തയോ ബാബയുടെ തരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തയോ ഒന്നും ഉണ്ടായിരിക്കില്ല. അശ്രദ്ധരായിരിക്കും. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ആ ബാബ അതായത് ഇത്രയും അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഖജനാവ് തരുന്ന ആ ബാബയെ അവർക്ക് ഓർമ്മിക്കേ ഇല്ല, അല്ലെങ്കിൽ ചിന്തയേ ഇല്ല. അപ്പോൾ ബാബ പറയുന്നത് അവർ ഈ ബാബയുടെ ഈ ബാബയ്ക്കോ ബാബ തരുന്ന ഈ ജ്ഞാനത്തിനൊന്നും അവരൊരു ബഹുമാനം കൊടുക്കുന്നില്ല എന്ന് പറയാം ബാബ. കാരണം അവർക്ക് ചിന്തയില്ല, ബാബയെക്കുറിച്ചും ചിന്തയില്ല. ബാബ സ്വയം ഭഗവാൻ ഇത്രയും ജ്ഞാനരത്നങ്ങളുടെ ഖജനാവ് നൽകുകയാണ് എന്നൊരു ചിന്തയൊന്നും ഇല്ലാത്തവർ അവർ ബാബയ്ക്കോ അല്ലെങ്കിൽ ബാബ തരുന്ന ഈ ജ്ഞാനത്തിനോ അവരൊരു വാല്യൂ കൊടുക്കുന്നില്ല, ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്ന് പറയാം ബാബ. ബാബ ഏക് ബാത്ത് കഹേങ്കെ വഹ് ദൂസരി ബാത്ത് കർ ലേത്തെ. ബാബ ഒരു കാര്യം പറയും, അവരാണെങ്കിലോ വേറൊരു കാര്യം ചെയ്യും. ബാബ പറയുന്ന കാര്യമായിരിക്കില്ല ചെയ്യുന്നത്, തലതിരിഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയാം ബാബ. പർവാഹ് നാ ഹോനെ കെ കാരൺ ബഹുത്ത് പാപ് കർത്തേ രഹത്തെ ഹേ. അതായത് ചിന്തയില്ലാത്തത് കൊണ്ട്, അവർ ശ്രദ്ധയോ ചിന്തയൊന്നും ഇല്ലാത്തത് കൊണ്ട് ബാബ പറയുന്നത് അവർ പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ശ്രീമത്ത് പർ ചൽത്തേ നഹി, അവർ ശ്രീമതം അനുസരിക്കുന്നുമില്ല എന്ന് പറയാ ബാബ. ഫിർ ഗിർ പടുത്തേ ഹെ, പിന്നീട് അവർ താഴേക്ക് വീഴുന്നു അല്ലേ. കാരണം ശ്രീമതപ്രകാരം നടക്കുമ്പോഴാണ് നമ്മൾ ഉയരുക അല്ലെ. ശ്രേഷ്ഠമായ മതം ബാബ തരുന്ന, സ്വയം ഭഗവാൻ തരുന്ന ശ്രേഷ്ഠമായ മതത്തിലൂടെയാണ് നമുക്ക് ഉയർച്ചയുണ്ടാകുക. ആ മതത്തിലൂടെ നടക്കുന്നില്ല എങ്കിലോ നമ്മൾ വീണു പോകുന്നു എന്ന് പറയാം ബാബ. ബാപ്പ് കഹേങ്കെ യഹ് ബി ഡ്രാമ. ബാബ എന്താ പറയുന്നത്? ഇതും ഡ്രാമയിലുള്ളതാണ്. ഉൻകി തക്ദീർ മേ നഹി ഹെ, അവരുടെ ഭാഗ്യത്തിലില്ല. അപ്പൊ ഏത് കുട്ടികളുടെ ഭാഗ്യത്തിലാണോ ഉള്ളത് അവരാണ് ബാബയുടെ നിയമപ്രകാരം നടക്കുക. അപ്പൊ ബാബയുടെ നിയമപ്രകാരം നടക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? അവരുടെ ഭാഗ്യത്തിൽ ഇല്ല എന്ന് പറയാ ബാബ. ബാബ തോ ജാൻതേ ഹേന, ഇതൊക്കെ ബാബയ്ക്ക് അറിയാലോ. ബഹുത് പാപ് കർത്തേ ഹേ അഗർ നിശ്ചയ ഹോ കി ബാപ്പ് ഹംകോ പഠാത്തേ ഹേ തോ ഖുഷി രഹ്നി ചാഹിയേ. ബാബ എന്താ പറയുന്നത്? കുറേ കുട്ടികൾ പാപം ചെയ്യുന്നുണ്ട്. ഇനി ബാബയാണ് എന്നെ, സ്വയം ഭഗവാനാണ് എന്നെ പഠിപ്പിക്കുന്നത് എന്ന നിശ്ചയമുണ്ടെങ്കിൽ ബാബ പറയുന്നത് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുമെന്ന് പറയാം. കാരണം എന്നെ പഠിപ്പിക്കുന്നത് ആരാണ്? സ്വയം ഭഗവാൻ. സ്വയം ഭഗവാൻ എന്നെ പഠിപ്പിക്കുകയാണ്, സ്വയം ഭഗവാൻ എനിക്ക് ശ്രീമതം നൽകുകയാണ് എന്ന നിശ്ചയമുണ്ടെങ്കിൽ ബാബ പറയുന്നത് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുമെന്ന് പറയാം. തും ജാൻതേ ഹോ ഹം ഭവിഷ്യ നയി ദുനിയാ മേ പ്രിൻസസ് ബനേങ്കെ തോ കിത്നി ഖുഷി രഹ്നി ചാഹിയേ. അപ്പം ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്കറിയാലോ, നിങ്ങൾ ഭാവിയിൽ പ്രിൻസസ്സായി മാറും, രാജകുമാരനും രാജകുമാരിയുമായിട്ട് മാറും. ബാബ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം അല്ലേ. ഞാൻ ഭാവിയിൽ വിശ്വത്തിൻ്റെ അധികാരിയായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഭാവിയിൽ രാജകുമാരനും രാജകുമാരിയുമായിട്ട് മാറുകയാണ്. അപ്പം അത്രയും നമ്മൾക്ക് ബുദ്ധിയിലുണ്ടെങ്കിൽ ബാബ പറയുന്നത് നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കണം എന്ന് ബാബ ചോദിക്കാം. പരന്തു ബച്ചേ തോ അബി തക് ബി മുർജായി രഹത്തെ ഹേ. ബാബ പറയുന്നത് പക്ഷേ കുട്ടികളാണെങ്കിലോ ഇപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷനായി വാടി തളർന്നിരിക്കുക എന്ന് പറയാം. കാരണം ഒരു സന്തോഷവും ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു നിശ്ചയം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിയിൽ അത് വന്നിട്ടില്ല. ഞങ്ങൾ ഭാവിയിൽ രാജകുമാരനും രാജകുമാരിയുമായിട്ട് മാറും, അല്ലെങ്കിൽ വിശ്വത്തിൻ്റെ അധികാരിയായിട്ട് മാറും എന്നൊരു ലഹരി അവരിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു സന്തോഷമില്ലാത്തത്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് കുട്ടികൾ എപ്പോഴും ഈ വാടി തളർന്നിരിക്കുകയാണെന്ന് പറയാം ബാബ. വഹ് അവസ്ഥ ടഹർത്തി നഹിഹെ, ആ ഒരു അവസ്ഥയിലേക്ക് അവർ വരുന്നേ ഇല്ല എന്ന് പറയാം ബാബ. ബാബാനെ സംജായാ ഹേ വിനാശ് കെ ലിയേ റിഹേഴ്സൽ ബി ഹോഗി. അപ്പം ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു
വിനാശത്തിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സലുകളൊക്കെ വരും. പെട്ടെന്ന് തന്നെ വിനാശം വരില്ല, ആദ്യം റിഹേഴ്സലുകളായിരിക്കും വരിക. കലാമിറ്റീസ് ബി ഹോഗി, അതായത് പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. ഭാരത് കോ കംസോർ കർത്തേ ജായെങ്കെ, അതായത് ഭാരതം എങ്ങനെ ഈ വിനാശങ്ങളും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി ഈ ഭാരതം തന്നെ അതായത് കംസോർ അതായത് ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന ബാബ പറയാം. ബാപ്പ് ഖുദ് കഹത്തെ ഹേ യഹ് സബ് ഹോനാ ഹി ഹേ, ബാബ സ്വയം പറയുകയാണ് ഇതെല്ലാം ഇവിടെ നടക്കേണ്ടത് തന്നെയാണ്. നഹി തോ വിനാശ് കൈസേ ഹോഗ, ബാബ പറയുന്നില്ലെങ്കിൽ എങ്ങനെ വിനാശം വരും? ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ് ഇതൊക്കെ ഇവിടെ വിനാശം അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം നടക്കേണ്ടത് തന്നെയാണ്, അതിലൂടെയാണല്ലോ വിനാശം ഉണ്ടാകുക, ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ വിനാശം ഉണ്ടാകും എന്ന് ബാബ ചോദിക്കാം. ബർഫ് കി ബർസാത്ത് പടേഗി ഫിർ ഖേത്തി ആദി കാ ക്യാ ഹാൽ ഹോഗ, ബാബ പറയുന്നത് മഞ്ഞുമഴയൊക്കെ പെയ്യുമെന്ന് പറയാ ബാബ. അങ്ങനെയാകുമ്പോൾ ബാബ പറയുന്നത് കൃഷിയൊക്കെ ഉണ്ടാവല്ലോ, അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? എല്ലാം നശിച്ചു പോകുമല്ലോ. അതാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ് ഇതൊക്കെ ഉണ്ടാകുന്ന. ലാക്കോ മർത്തേ രഹത്തെ ഹേ കോയി ബത്തലാത്തെ തോടേ ഹി ഹേ, ബാബ പറയുന്നത് കുറേ പേര് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കും. കാരണം ബാബ പറയുന്നുണ്ടല്ലോ റിഹേഴ്സലുകൾ പലതും വരും, പ്രകൃതിക്ഷോഭങ്ങളും പലതായിട്ട് വരും, ഭൂകമ്പങ്ങളായിട്ടും വെള്ളപ്പൊക്കം, അങ്ങനെ അങ്ങനെ പല രീതിയിലാണ് വരിക. അപ്പം ഇതിലൊക്കെ ധാരാളം ആളുകൾ മരിക്കുന്നുമുണ്ടെന്ന് ബാബ പറയാം. तो बाप मुख्य बात समझाता है कि ऐसे अपने अंदर जांच करो मैं कितना बाप को याद करता हूँ. ബാബ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് മുഖ്യമായ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സ്വയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെക്ക് ചെയ്യൂ. അതായത് ഞാൻ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ബാബ പറഞ്ഞിട്ടുണ്ട് വിനാശം തീർച്ചയായും വരും. അപ്പം അതിനു മുമ്പ് നമ്മളുടെ ഉള്ളിലുള്ള പാപങ്ങൾ എല്ലാം ഭസ്മമാക്കണമെങ്കിൽ ഒരേ ഒരു ഉപായാണ് ബാബ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ബാബയെ ഓർമ്മിക്കുക. അപ്പം നമ്മൾ സ്വയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെക്ക് ചെയ്യണം, ഞാൻ എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്, എത്രമാത്രം ഞാൻ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്യാൻ പറയാണ് ബാബ. ബാബ ആപ്പ് തോ ബഡേ മീട്ടേ ഹോ കമാൽ ഹേ ആപ്കി. അപ്പം കുട്ടികൾ ബാബയോട് പറയും, ബാബ അങ്ങ് വളരെ മധുരമാണ്, അങ്ങയുടെ കാര്യങ്ങളോ വളരെ അത്ഭുതമാണ് എന്നൊക്കെ കുട്ടികൾ പറയുമെന്ന് പറയാ ബാബ. ആപ്പ് കാ ഫർമാൻ ഹേ മുझे യാദ് കരോ തോ 21 ജന്മ കെ ലിയേ കബി രോഗി നഹി ബനേംഗെ. ബാബയുടെ ആജ്ഞയാണ്. അതായത് ബാബ ഇങ്ങനെ പറയും, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ 21 ജന്മത്തേക്ക് നിങ്ങൾ ഒരിക്കലും രോഗിയാകുകയില്ല. കാരണം നമുക്കറിയാം സത്യത്രേതായുഗം, അവിടെ രോഗം എന്നൊരവസ്ഥയില്ല, അവിടെ നിരോഗികളാണ് എല്ലാവരും. വളരെ സന്തോഷം, സുഖം, സമ്പന്നത എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. കാരണം അതുകൊണ്ട് തന്നെ അവിടെ രോഗമില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് രോഗമേ ഉണ്ടാകില്ല എന്ന് പറയാ ബാബ. അപ്പനേക്കോ ആത്മാ സമജ് ബാപ്പ് കോ യാദ് കരോ തോ മേ ഗ്യാരണ്ടി കർത്താ ഹൂം സന്മുഖ ബാപ്പ് തുംകോ കഹത്തെ ഹേ തും ഫിർ ഓരോങ്കോ സുനാത്തെ ഹോ. ബാബ പറയുന്നത്, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ, എങ്ങനെ സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി നൽകുകയാണ്, നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല, അല്ലേ? നിങ്ങൾ നിരോഗിയായിരിക്കും. അത് ബാബയുടെ ഗ്യാരണ്ടിയാണ്. കാരണം സത്യത്രേതായുഗത്തിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. ബാബ സന്മുഖത്തിരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്. അതുപോലെ നിങ്ങളും എങ്ങനെയാണ് മറ്റുള്ളവർക്കും ഇത് മനസ്സിലാക്കി കൊടുക്കൂ. കാരണം സ്വയം ഭഗവാൻ പറയുകയാണ്, ഭഗവാനെ ഓർമ്മിക്കുകയാണെങ്കിൽ ഇങ്ങനെ 21 ജന്മത്തേക്ക് നമുക്ക് സമ്പൽ സമൃദ്ധിയാണ്, രോഗമൊന്നും തന്നെ ഇല്ല. ഈ കാര്യങ്ങൾ ബാബ നമുക്ക് സന്മുഖത്ത് മനസ്സിലാക്കി തരാണ്. നമ്മൾ പിന്നീട് എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവർക്കും കേൾപ്പിക്കൂ എന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ മുझ് ബാപ്പ് കോ യാദ് കരോ ബഹുത്ത് പ്യാർ കരോ. ബാബ പറയുകയാണ്, അച്ഛനായ എന്നെ നിങ്ങൾ ഓർമ്മിക്കൂ, വളരെ സ്നേഹിക്കൂ എന്നെ എന്ന് പറയാ ബാബ. തുമക്കോ കിത്തന സഹജ് രാസ്ത ബത്താത്താ ഹൂം പതീത് സേ പാവൻ ഹോനേക്ക. ബാബ പറയുന്നത്, പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറുന്നതിന് നിങ്ങൾക്ക് ഞാൻ എത്ര സഹജമായ വഴിയാണ് പറഞ്ഞു തരുന്നത്, അല്ലേ? ബാബ നമുക്ക്
വളരെ സഹജമായിട്ടുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത വഴിയാണ്. കേവലം ബാബയെ ഓർമ്മിക്കൂ, സ്വയം ഭഗവാനെ ഓർമ്മിക്കൂ. അതെങ്ങനെ ഓർമ്മിക്കണം? സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കണം. സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കൂ. അതാണ് ബാബ പറയുന്നത്. അത് മാത്രമാണ് ബാബ പറഞ്ഞു തരുന്ന ഒരേ ഒരു വഴിയാണത്, പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറുന്നതിന്. കോയി കഹത്തെ ഹേ ഹം തോ ബഹുത് പാപാത്മാ ഹേ. അതായത് ചിലരെന്താ പറയാ, ബാബ ഞങ്ങള് വളരെ പാപികളാണെന്ന് പറയും. അച്ഛാ ഫിർ ऐसे പാപ് നഹി കരോ, മുझे യാദ് കർത്തേ രഹോ തോ ജന്മ ജന്മാന്തർ കെ ജോ പാപ് ഹേ വഹ് ഇസ് യാദ് സേ ഭസ്മ ഹോത്തെ ജായേംഗെ. അപ്പൊ ബാബ പറയുന്നത്, ഇപ്പൊ കുട്ടികൾ പറയും ഞങ്ങൾ വളരെ പാപികളാന്ന് പറയും. അപ്പൊ ബാബ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാപകർമ്മം ചെയ്യരുത്. ഓക്കെ, ഒരുപാട് പാപങ്ങൾ തലയിലുണ്ട്, പക്ഷെ ഇപ്പൊ നിങ്ങൾ എൻ്റെ കുട്ടികളായി മാറിയല്ലോ, ഇനി നിങ്ങൾ പാപം ചെയ്യരുത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബാബയെ ഓർമ്മിക്കൂ, എന്നെ നിങ്ങൾ ഓർമ്മിക്കൂ. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത്, നിങ്ങളുടെ ജന്മജന്മാന്തരമായിട്ടുള്ള ഏതൊക്കെ പാപഭാരം നിങ്ങളുടെ തലയിലുണ്ടോ അതെല്ലാം ഈ ഓർമ്മയിലൂടെ ഭസ്മമായി മാറും എന്ന് ബാബ പറയാ. ഭസ്മമായി പോകും. യാദ് കി ഹി മുഖ്യ ബാത്ത് ഹേ. ഓർമ്മ തന്നെയാണ് മുഖ്യമായ കാര്യമെന്ന് ബാബ പറയാ. ഇൻകോ കഹാ ജാത്താ ഹേ സഹജ് യാദ്, യോഗ് അക്ഷർ ബി നിക്കൽ ദോ. ബാബ പറയുന്നത് ഇതിനെ തന്നെയാണ് ബാബ പറയുന്നത് സഹജമായ ഓർമ്മ. ഓർമ്മയ്ക്കായിട്ട് നമ്മൾ പരിശ്രമിക്കുക, ഓർമ്മയ്ക്കായിട്ട് ബുദ്ധിമുട്ടുക, അങ്ങനെയല്ല, സഹജമായിരിക്കണം ഓർമ്മ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾ യോഗം എന്ന അക്ഷരം തന്നെ നിങ്ങൾ മാറ്റും. നമ്മൾ പറയില്ലേ യോഗം ചെയ്യാന്നല്ലേ പറയാ. അപ്പൊ ബാബ പറയുന്നത് യോഗം എന്നുള്ള അക്ഷരം തന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓർമ്മിക്കുക, ബാബേനെ ഓർമ്മിക്കുക. അങ്ങനെ പറയൂന്നാണ് ബാബ പറയുന്നത്. ആ അക്ഷരം, യോഗം എന്നുള്ള അക്ഷരം തന്നെ മാറ്റൂ എന്ന് പറയാ. സന്യാസിയോം കെ ഹഠയോഗ തോ കിസം കിസം കെ ഹേ. അതായത് ബാബ പറയുന്നത്, സന്യാസിമാരാണല്ലോ ഹഠയോഗമൊക്കെ പഠിപ്പിക്കുന്നത്, അവരിൽ വ്യത്യസ്ത രീതിയിലുള്ള ഹഠയോഗങ്ങളുണ്ടെന്ന് പറയാ ബാബ. അനേക പ്രകാർ സേ സിക്കലാത്തേ ഹേ. അവര് പല രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്, അല്ലെ? പല രീതിയിലുള്ള ഹഠയോഗങ്ങളുണ്ട്, അത് പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയാ ബാബ. ഇസ് ബാബാനെ ഗുരു തോ ബഹുത് കിയേ ഹേന. അതായത് ബാബ ബ്രഹ്മബാബയെ കുറിച്ച് പറയാണ്. ബ്രഹ്മബാബയ്ക്കും ധാരാളം ഗുരുക്കന്മാരുണ്ടായിരുന്നുവല്ലോ. അബി ബേഹദ് കാ ബാപ്പ് കഹത്തെ ഹേ ഇൻ സബ്കോ ചോടോ. ഇപ്പോ പരിധിയില്ലാത്ത അച്ഛൻ നമുക്ക് മനസ്സിലാക്കി തരാണ്, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മറക്കൂ, ഇതിനെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കൂ. ഇൻ സബ് കാബി മുझे ഉദ്ധാർ കർണ ഹേ. അതായത് ഈ സന്യാസിമാരെയും എനിക്ക് ഉദ്ധരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാ ബാബ. ഓർ കോയി കി താക്കത്ത് നഹി ജോ ഏസേ കഹ് സകേ. അപ്പൊ ബാബ പറയുന്നത്, വേറെ ആർക്കും ഇത്രയ്ക്കും ശക്തി ഉണ്ടായിരിക്കില്ല, ധൈര്യം ഉണ്ടായിരിക്കില്ല ഇങ്ങനെ പറയാൻ. അതായത് സന്യാസിമാരെയും എനിക്ക് ഉദ്ധരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം ആർക്കേ ഉണ്ടാകുള്ളൂ? അത് സ്വയം ഭഗവാൻ, അല്ലെ? ബാബയ്ക്കേ ഉണ്ടാകുള്ളൂ, വേറെ ആർക്കും അതിനുള്ള ശക്തിയില്ല എന്ന് ബാബ പറയാ. ബാപ്പനെ ഹി കഹാ ഹേ മേ ഇൻ സാധുവോം കാ ഭി ഉദ്ധാർ കർത്താ ഹൂം. ബാബ തന്നെയാണ് പറയുന്നത്, ഞാൻ ഈ സന്യാസിമാരെയും ഉദ്ധാരണം ചെയ്യും. അവർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടത് ബാബ തന്നെയാണ്. ഫിർ യഹ് ഗുരു കൈസേ ബൻ സക്കേ. അപ്പൊ ബാബ പറയുന്നത്, പിന്നെ ഇവർക്ക് എങ്ങനെ ഗുരുവാകാൻ സാധിക്കും, അല്ലെ? സന്യാസിമാരൊക്കെ ഗുരു എന്ന് പറഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. അപ്പൊ ബാബ പറയുന്നത്, അവരെയും ഉദ്ധരിക്കേണ്ടത് ഞാനാണ്, അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെ ഗുരുവാകാൻ സാധിക്കും എന്ന് ചോദിക്കുക ബാബ. തോ മൂൽ ഏക് ബാത്ത് ബാപ്പ് സംജാത്താ ഹേ, അപ്പനെ ദിൽ സേ പൂച്ചോ ഹം കോയി പാപ് തോ നഹി കർത്തേ ഹേ. ബാബ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് സ്വയം നിങ്ങൾ ഹൃദയത്തോട് ചോദിക്കൂ. എന്താ ചോദിക്കേണ്ടത്? ഞാൻ ഒരു പാപകർമ്മവും ചെയ്യുന്നില്ലല്ലോ. ബാബത് 2-3 പ്രാവശ്യമായി നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയണത്. അതായത് എന്നിൽ നിന്നും യാതൊരു പാപവും ഉണ്ടാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ യാതൊരു പാപവും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള കാര്യം സ്വയത്തോട് ചോദിക്കൂ, തൻ്റെ ഹൃദയത്തോട് ചോദിക്കൂ എന്ന് ബാബ പറയാം. കിസ്കോ ദുഃഖ് തോ നഹി ദേത്തേ ഹേ. ഞാൻ ആർക്കും ദുഃഖമൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഇസ്മേം കോയി തക്ലീഫ് നഹി ഹേ. ബാബ പറഞ്ഞത്, ഇതിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ള ആവശ്യവുമില്ല. അന്തർ ജാഞ്ച് കർണി ചാഹിയേ സാരേ ദിൻമേം കിത്തന പാപ് കിയാ കിത്തന യാദ് കിയാ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ
നിങ്ങളുടെ ഉള്ളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് മുഴുവൻ ദിവസവും ഞാൻ എത്രമാത്രം പാപം ചെയ്തു, ഞാൻ എത്രത്തോളം ബാബയെ ഓർമ്മിച്ചു. ഈ കാര്യങ്ങൾ ബാബ ചെക്ക് ചെയ്യാൻ വീണ്ടും വീണ്ടും പറയാണ്. യാദ് സേഹി പാപ ഭസ്മ ഹോഗേ. ബാബ പറയുന്നത് ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഭസ്മമാകുക. കോശിഷ് കർണി ചാഹിയെ. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക തന്നെ വേണം, അല്ലെ? ബാബയെ ഓർമ്മിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. കാരണം ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഭസ്മമാകുന്നതെന്ന് പറയാ ബാബ. യഹ് ബഹുത്ത് മെഹനത്ത് കാ കാം ഹേ. ബാബ പറയുന്നത് കുറച്ച് പരിശ്രമമുള്ള ജോലി തന്നെയാണെന്ന് പറയാ ബാബ. ജ്ഞാൻ ദേനെ വാല ഏക് ഹി ബാപ്പ് ഹേ. അതായത് ജ്ഞാനം തരുന്നത് ഒരേ ഒരു ബാബ തന്നെയാണ്. ബാപ്പ് ഹി മുക്തി ജീവൻ മുക്തി കാ രാസ്ത ബത്തലാത്ത ഹേ. ബാബ തന്നെയാണ് നമുക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു തരുന്നത്. അപ്പൊ ബാബ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം, ഞാൻ എത്രമാത്രം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ട്, അതുപോലെ എന്നിൽ നിന്നും യാതൊരു പാപകർമ്മവും ഉണ്ടാകുന്നില്ലല്ലോ, ഞാൻ ആർക്കും ദുഃഖം കൊടുക്കുന്നില്ലല്ലോ. ഈ കാര്യങ്ങളാണ് ബാബ നമ്മളോട് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട്. അപ്പോൾ ബാബ പറയുന്നുണ്ട്, ബാബേനെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് കുറച്ച് പരിശ്രമം തന്നെയാണ്, പക്ഷെ നിങ്ങളത് ശ്രമിക്കുക തന്നെ വേണമെന്ന് പറയാം. ബാബ തന്നെയാണ് നമുക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി മനസ്സിലാക്കി തരുന്നത്. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, ബാപ്പ് ജോ അവിനാശി ജ്ഞാൻ രത്നോं का खजाना देते हैं उसका कदर करना है. ബാബ പറയുന്നത് ബാബ അതായത് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഖജനാക്കളാണ് ബാബ നമുക്ക് തരുന്നത്. അതിനെ നമ്മൾ എന്ത് വേണം? ബഹുമാനം കൊടുക്കണം. ആ ബാബയെയും ബാബ തരുന്ന അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഖജനാവ് അല്ലേ, അതിനും നമ്മൾ ബഹുമാനം കൊടുക്കണമെന്ന് പറയാ ബാബ. ബേപർവാഹ് ബൻ ബാബ് കർമ്മ നഹി കർണ ഹേ. അശ്രദ്ധരായിട്ട് കെയർലെസ് ആയിട്ട് നമ്മൾ ഒരു പാപകർമ്മവും ചെയ്യരുത്. കാരണം ബാബ ഇന്ന് ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള മെയിൻ പോയിന്റ് അതാണ് അല്ലേ, നമ്മളിൽ നിന്ന് യാതൊരു പാപകർമ്മവും ഉണ്ടാകുന്നില്ലല്ലോ, അതാണ് ചെക്ക് ചെയ്യാൻ തന്ന പോയിന്റ്. അപ്പോൾ അശ്രദ്ധരായിട്ട് നമ്മളിൽ നിന്നും അങ്ങനെ ഒരു പാപകർമ്മം ഉണ്ടാകരുത് എന്ന് പറയാ ബാബ. അഗർ നിശ്ചയ ഹേ ഭഗവാൻ ഹംകോ പഠാത്തേ ഹേ തോ അപാർ ഖുഷി മേ രഹനാ ഹേ. ഇപ്പം നിങ്ങൾക്ക് ഭഗവാനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന നിശ്ചയം നിങ്ങൾക്കുണ്ടെങ്കിൽ ബാബ പറയുന്നത് നിങ്ങൾ അപാരമായ സന്തോഷത്തിലിരിക്കണം എന്ന് പറയാ ബാബ. സെക്കൻഡ് പോയിന്റ്, ഈശ്വർ കെ ഘർ മേ കബി ചോരി ആദി കർണേ കാ ഖ്യാൽ ന ആയേ. അപ്പം ബാബ പറയുന്നത് ഈശ്വരൻ്റെ വീട്ടിൽ അല്ലേ, അവിടെ നമ്മൾക്ക് ഈ മോഷ്ടിക്കുക എന്നുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും നിങ്ങൾക്ക് വരരുത് എന്ന് പറയാ ബാബ. കാരണം സ്വയം ഭഗവാന്റെ വീടാണ്, അവിടെ നിന്ന് നിങ്ങൾ ചോരി കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബ പറയുന്നത് വളരെ വലിയ പാപ എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും വരരുത്. യഹ് ആദത്ത് ബഹുത്ത് ഗന്ദി ഹേ. ഈ ഒരു ശീലം വളരെ മോശമാണെന്ന് പറയാം. അതായത് മോഷ്ടിക്കുക എന്നുള്ള ശീലം വളരെ മോശമാണ്. കഹാ ജാത്ത കക്ക് കാച്ചോർ സോ ലക്ക് കാച്ചോർ. ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് കക്ക മോഷ്ടിക്കുന്നവനും ലക്ഷം മോഷ്ടിക്കുന്നവനും കള്ളൻ തന്നെയാണ് അല്ലേ, അപ്പം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കൊരിക്കലും വരരുത്. കാരണം മോഷ്ടിക്കുക എന്നുള്ളൊരു ജോലി വളരെ മോശമാണെന്ന് പറയാ ബാബ. അപ്പനെ അന്തർ സെ പൂച്ച്നാ ഹേ ഹം കിത്തന പുണ്യാത്മ ബനേ ഹേ. അപ്പം ബാബ പറയുന്നത് സ്വയത്തോട് നിങ്ങൾ ചോദിക്കണം, ഞാൻ എത്രമാത്രം പുണ്യാത്മാവായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ പറയാണ് ബാബ. ഇനി ബാബ വരദാനം തരാണ്. നിർബൽ ദിൽ ഷിക്കത്ത് അസമർത്ത് ആത്മാക്കോ എക്സ്ട്രാ ബൽ ദേനെ വാലെ റുഹാനി രഹം ദിൽ ഭവ. അപ്പം ബാബ പറയാണ്, അതായത് ദുർബലരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ദിൽ ഷിക്കസ്ത് അതായത് മനസ്സിന് നൈരാശ്യം അല്ലേ,
അങ്ങനെയുള്ളവർ, അതുപോലെ അസമർത്ഥരായിട്ടുള്ള ആത്മാക്കൾക്ക് എക്സ്ട്രാ ബലം നൽകുന്നവരായ ആത്മീയ ദയാഹൃദയരായിട്ട് ഭവിക്കട്ടെ എന്ന് ബാബ വരദാനം തരാണ്. അപ്പം അതിൻ്റെ ബാബ എക്സ്പ്ലനേഷൻ തരാണ്. ജോ രുഹാനി രഹം ദിൽ ബച്ചേ ഹേ വഹ് മഹാദാനി ബൻ ബിൽക്കുൽ ഹോപ്പ്ലെസ് കേസ് മേം ഹോപ്പ് പൈദാ കർ ദേത്തെ ഹേ. അപ്പം ബാബ പറയുന്നത്, ഏത് കുട്ടികളാണോ ആത്മീയ ദയാഹൃദയമുള്ള കുട്ടികൾ, അവരെന്താ ചെയ്യുക, അവർ മഹാദാനിയായിട്ട് മാറിയിട്ട്, അതായത് പ്രതീക്ഷയറ്റവരുണ്ടാവുമല്ലോ, അവർക്ക് പോലും അവരിൽ പ്രതീക്ഷ ഉണർത്തും. ഒട്ടും പ്രതീക്ഷയില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും, അല്ല ഇനി എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, എനിക്കത് കഴിയില്ല, അങ്ങനെ ദുർബലരായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അതുപോലെ മനസ്സിന് വളരെയധികം നൈരാശ്യമുള്ളവർ, അതായത് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും, പിന്നീട് അവർ വളരെ എന്താ പറയുക വീണു പോകും, ഉയരാനേ സാധിക്കില്ല, എനിക്കൊന്നിനും ഇനി കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രതീക്ഷയറ്റവരുണ്ടായിരിക്കും. ആ പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷ ഉണർത്തി കൊടുക്കുകയാണ് ആരുടെ ജോലി, അതായത് ആത്മീയ ദയാഹൃദയരായ കുട്ടികൾ. അവർ എന്താണ്, മഹാദാനിയായിട്ട് അവർ ഈ ജോലി ചെയ്യുന്നു പറയാ ബാബ. നിർബൽക്കോ ബലവാൻ ബനാ ദേത്തെ ഹേ, അതായത് ദുർബലരെ അവർ ബലവാനാക്കി മാറ്റും. ദാൻ സദാ ഖരീബ് കോ ബേസഹാരേക്കോ ദിയാ ജാത്താ ഹേ, അതായത് ബാബ പറയുന്നത് ദാനം എപ്പോഴും നമ്മൾ ആർക്കാ കൊടുക്കേണ്ടത്, ദരിദ്രര്, അല്ലെങ്കിൽ എന്താണ് സഹായമില്ലാത്തവർ, അല്ലെ അവരെ സഹായിക്കാൻ ആശ്രയമില്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആശ്രയമില്ലാത്തവർ, ദരിദ്രർ, അവർക്കാണ് ദാനം കൊടുക്കേണ്ടത്. അല്ലാതെ കുറേ ധനമുള്ളവർക്കോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനോ എല്ലാ കാര്യങ്ങളും സഹായിക്കാനൊക്കെ ഉള്ളവർക്കല്ലല്ലോ ദാനം ചെയ്യാം. ബാബ പറയുന്നത് ആരാണോ ദരിദ്രർ അല്ലെങ്കിൽ ആശ്രയമില്ലാത്തവർക്ക് അവർക്കാണ് ദാനം ചെയ്യേണ്ടത്. तो जो निर्बल दिल शिकस्त असमर्थ प्रजा क्वालिटी की आत्माएं हैं उनके प्रति रूहानी रहम दिल बन മഹാദാനി ബനോ. ബാബ പറയുന്നത്, ഏത് കുട്ടികളാണോ നിർബലരായിട്ടുള്ളത്, അതായത് ദുർബലരായിട്ടുള്ളത്, അല്ലെങ്കിൽ മനസ്സിന് നൈരാശ്യം, അതായത് മനസ്സിൽ അത്രയും ശക്തിയില്ലാത്തവർ, അതുപോലെ അസമർത്ഥരായിട്ടുള്ള പ്രജാ ക്വാളിറ്റിയിലേക്ക് വരുന്ന ആത്മാക്കൾ. കാരണം ബാബ എപ്പോഴും പറയുന്നുണ്ട്, രാജാ ക്വാളിറ്റി ഉള്ളവർക്ക് ഇതൊന്നും പറ്റില്ല, അല്ലേ, അവർ വളരെയധികം സമർത്ഥരായിരിക്കണം, അതുപോലെ മനസ്സിന് നല്ല ശക്തിശാലികളായിരിക്കണം. അപ്പോൾ ഈ ഒരു ദുർബലരായിട്ടുള്ള ആത്മാക്കൾ അല്ലെങ്കിൽ അസമർത്ഥരായിട്ടുള്ള ആത്മാക്കൾ എന്നൊക്കെ പറയുന്നത് അവരേതിലേക്ക് പോകുന്നവരാ, പ്രജയിലേക്ക് പോകുന്നവരാ. അപ്പം അങ്ങനെയുള്ള പ്രജാ ക്വാളിറ്റി ആത്മാക്കൾക്ക് ബാബ പറയുന്നത്, നിങ്ങൾ ആത്മീയ ദയാഹൃദയരായിട്ട് മാറി അവർക്ക് ഈ ഇത് ദാനം ചെയ്യൂ, അതായത് ശക്തി, ബലം ഒക്കെ അവർക്ക് കൊടുക്കാൻ പറയാണ് ബാബ. ആപസ്മേം ഏക് ദൂസരേക്ക് പ്രതി മഹാദാനി നെഹി, അതായത് നിങ്ങൾ പരസ്പരം മഹാദാനിയാകല്ല വേണ്ടത്, നിങ്ങൾ ആർക്കാണോ ആശ്രയമില്ലാത്തത് അല്ലെങ്കിൽ ദരിദ്രരായിട്ടിരിക്കുന്നവർ അവർക്കാണ് നിങ്ങൾ, അവരുടെ മേലാണ് നിങ്ങൾ മഹാദാനിയായിട്ട് മാറേണ്ടത്, അല്ലാതെ നിങ്ങൾ പരസ്പരമല്ല എന്ന് പറയാ ബാബ. വഹദോ സഹയോഗി സാത്തിഹോ, അതായത് നിങ്ങളുടെ കൂടെയുള്ളവരാരാണ്, നിങ്ങളുടെ സഹയോഗി കൂട്ടുകാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സഹോദരനാണ്, നിങ്ങൾ ഒരുമിച്ച് പുരുഷാർത്ഥം ചെയ്യുന്നവരാണ്. അവർക്ക് എന്താ വേണ്ടത്, സഹയോഗമാണ് കൊടുക്കേണ്ടത്. സഹയോഗദോ ദാൻ നെഹി, അവർക്ക് ദാനമല്ല കൊടുക്കേണ്ടത്, അവർക്ക് സഹയോഗം. കൂടെയുള്ളവർക്ക് സഹയോഗം കൊടുക്കുക. ബാബ പറയുന്നത് ആർക്കാണ് ദാനം കൊടുക്കേണ്ടത്, ആരാണോ ദുർബലരായിട്ടുള്ള ആത്മാക്കൾ, ഹൃദയ നൈരാശ്യം സംഭവിച്ചിട്ടുള്ളവർ, അസമർത്ഥരായിട്ടുള്ള ആത്മാക്കൾ, അവർക്കാണ് നിങ്ങൾ മഹാദാനിയായി മാറി ദാനം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി തരാ ബാബ. स्लोगन, सदा एक बाप के श्रेष्ठ संग में रहो तो और किसी के संग का रॉन्ग प्रभाव नहीं डाल सकता. ബാബ പറയുന്നത്, സദാ നിങ്ങൾ ഒരേ ഒരു ബാബയുടെ ശ്രേഷ്ഠമായ കൂട്ടുകെട്ടിൽ ഇരിക്കുകയാണെങ്കിൽ വേറൊരു തെറ്റായ കൂട്ടുകെട്ടിൻ്റെയും പ്രഭാവം നിങ്ങളിൽ പതിക്കുകയില്ല എന്ന് പറയാം ബാബ. എപ്പോഴും ഒരേ ഒരു ബാബയുടെ കൂട്ടുകെട്ടിലിരിക്കുക, അതായത് എന്താണ്, കമ്പൈൻഡ് ആയിട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ തെറ്റായ മറ്റുള്ള സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നും പ്രഭാവം നിങ്ങളിൽ പതിയില്ല എന്ന് പറയാം ബാബ. ഇനി അവ്യക്ത ഇഷാര, അവ്യക്ത സൂചന ബാബ നൽകാണ്. प्यूरिटी के साथ साथ चेहरे और चलन में रूहानियत की पर्सनालिटी को धारण कर इस ऊंची पर्सनालिटी के
രുഹാനി നശേ മേം രഹോ. അപ്പം ബാബ പറയുന്നത് പവിത്രതയോടൊപ്പം, അതായത് പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ബാബ പറയില്ലേ പവിത്രത, പവിത്രതയോട് ഒപ്പം നിങ്ങളുടെ മുഖം, അതുപോലെ നിങ്ങളുടെ ചലനം, അതിൽ രണ്ടിലും ആത്മീയതയുടെ പേഴ്സണാലിറ്റി, ആത്മീയതയുടെ വ്യക്തിത്വം നിങ്ങൾ ധാരണ ചെയ്യൂ. പവിത്രതയോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മുഖത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റത്തിലും ആത്മീയതയുടെ വ്യക്തിത്വം നിങ്ങൾ ധാരണ ചെയ്യൂ. ഈ ഉയർന്ന പേഴ്സണാലിറ്റി, അതായത് ഏറ്റവും ഉയർന്ന പേഴ്സണാലിറ്റി എന്ന് ബാബ പറയില്ലേ പവിത്രത അല്ലെങ്കിൽ ആത്മീയത, ഈ ഉയർന്ന പേഴ്സണാലിറ്റിയിലൂടെ നിങ്ങൾ ആത്മീയമായ ലഹരിയിലിരിക്കൂ. അതായത് നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ പവിത്രത, അതിൻ്റെ പേഴ്സണാലിറ്റി നമ്മളിലുണ്ടെങ്കിൽ ആ ഒരു ലഹരിയിലിരിക്കാൻ പറയാണ് ബാബ. अपनी रूहानी पर्सनालिटी को स्मृति में रख सदा प्रसन्न चित्त रहो तो സബ് പ്രശ്ന സമാപ്ത് ഹോ ജായേങ്കെ. അപ്പം ബാബ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ആത്മീയ പേഴ്സണാലിറ്റിയെ നിങ്ങൾ സ്മൃതിയിൽ വെക്കുകയാണെങ്കിൽ സദാ നിങ്ങൾക്ക് പ്രസന്ന ചിത്തരായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും സമാപ്തമാക്കാൻ സാധിക്കും. അപ്പം ഞാൻ ആത്മീയമായിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പവിത്രതയുടെ പേഴ്സണാലിറ്റി, ഈ ഒരു പേഴ്സണാലിറ്റി എനിക്ക് സദാ ഓർമ്മയുണ്ടെങ്കിൽ, അതാണ് ബാബ പറയുന്നത്, നിങ്ങൾ സദാ അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാം? സദാ പ്രസന്ന ചിത്തരായിട്ടിരിക്കാം. സദാ പ്രസന്ന ചിത്തരായിട്ടിരിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് സമാപ്തമാക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാം. അശാന്ത് ഓർ പരേഷാൻ ആത്മാവും അപ്നി ആപ്കി പ്രസന്നതാ കി നസർ സെ പ്രസന്ന ഹോ ജായേങ്കി. അതായത് ബാബ പറയുന്നത്, നിങ്ങളുടെ ഈ അശാന്തരായിട്ടുള്ള ആത്മാക്കൾ ഉണ്ടായിരിക്കും, അതുപോലെ പരവശരായിട്ടുള്ള ആത്മാക്കൾ ഉണ്ടായിരിക്കും. അവർക്ക് നിങ്ങളുടെ ഈ പ്രസന്നതയിലൂടെ അവരും പ്രസന്നമായിട്ട് മാറുന്നു പറയാം അല്ലേ. വളരെ പ്രസന്ന ചിത്തമായിട്ടിരിക്കുന്നവരുടെ അടുത്ത് ഈ അശാന്തരായിട്ടുള്ളവരോ അല്ലെങ്കിൽ പരവശരായിട്ടുള്ള ആത്മാക്കൾ വരുമ്പോൾ അവർക്കും നമ്മളുടെ ആ മുഖത്തിലൂടെ, പ്രസന്ന ചിത്തമായിട്ടുള്ള ആ മുഖം, ആ പെരുമാറ്റത്തിലൂടെ അവരും എന്തായി മാറും? പ്രസന്നമായിട്ട് മാറുമെന്ന് ബാബ പറയാം. ഓം ശാന്തി. അപ്പം നമുക്കൊരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം.
छूटा माया के चंगुल से, जो प्यार मिला मुझे तुमसे, वर्णन करूं मैं कैसे मुझसे, ये दिल जानता है बाबा, दिखता है जो नैनों के नूर से, जो प्यार मिला मुझे तुमसे। ഓം ശാന്തി. ओम